സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ കുറുപ്പിയേട്ടൻ പറഞ്ഞത് മുഴുവൻ ശരിയല്ല. അദ്ദേഹം കുറച്ചിങ്ങനെ അധികമായിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് അത്രയും പ്രതീക്ഷ വെക്കരുത് ഞാൻ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കുന്ന ഒരു വിഷയവും എൻ്റെ വാക്കല്ല. ഞാൻ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തെ ആശ്രയിച്ച് മാത്രമേ സംസാരിക്കാവൂ. പ്രസന്നകുമാർ സാറിനെ പോലുള്ള മഹാരഥന്മാരുള്ള ഒരു വേദിയാണ്. കാരണം അദ്ദേഹം ഒരു ഗവൺമെൻറ് സർവീസിലാണ് ജോലി ചെയ്തിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സത്വബോധം എന്ന് പറയുന്നത് മറ്റൊരു മേഖലയിലായി. നമുക്കെല്ലാം അറിയാവുന്ന പോലെ പടയണി എന്ന് പറയുന്ന ഒരു വിശിഷ്ട കലാരൂപത്തിന് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിച്ചതാണ്. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ വചനാമൃതത്തിലൂടെ ഏകദേശം 30ഓളം ഗൃഹസ്ഥാശ്രമികളോടും 16 സന്യസ്ത ശിഷ്യന്മാരോടും, ആകെ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന്. 30ഉം 10ഉം 40ഉം 6ഉം 46, 50 തികച്ചിട്ടില്ല. തൻ്റെ 50 വർഷത്തെ ജീവിതത്തിനിടയിൽ, അവതാരകാലത്തിനിടയിൽ 50-ൽ താഴെയുള്ള, കൃത്യമായി പറഞ്ഞാൽ ഒരു 48-46 പേരോട് മാത്രമാണ് ശ്രീരാമകൃഷ്ണദേവൻ സംവദിച്ചിട്ടുള്ളത്. 1855 അദ്ദേഹം കൽക്കട്ടയിലെ കാളിക്ഷേത്രത്തിൽ വരുന്നത്. ഏകദേശം 1860 വരെ, അപ്പോൾ 86 വരെ, 1855 അവിടെ വരികയും 17ാമത്തെ വയസ്സിൽ അവിടെ വരികയും 1886 50ാമത്തെ വയസ്സിൽ സ്വശരീരം വെടിയുകയും ചെയ്തു. ഈ കാലത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞത് വെറും 50 പേരിൽ താഴെ മാത്രമുള്ള ഒരു സമൂഹത്തോട് മാത്രമാണ്, അത് ഒരു തവണ കൂടി വന്നാൽ 5, 6, 7 പേരോട് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. അതാലോചിക്കുമ്പോൾ ഞാൻ ഭാഗ്യവാനാണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അതിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളെ മാത്രം അധികരിച്ച് ഞാൻ സംസാരിക്കുന്നത്. മറ്റൊന്നും അതിര് കടന്ന് എൻ്റെ തോന്നിവാസങ്ങളൊന്നും സംസാരിക്കാതിരിക്കാനാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇവിടെ കുറുബസാർ ഒന്ന് പറഞ്ഞപ്പോൾ, ഇതിനെക്കുറിച്ച്, ഈ ചടങ്ങിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം എനിക്കൊരു വിഷയം തന്നത് ഹൈന്ദവർ കർമ്മയോഗികളാകണം എന്നാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം, ഹൈന്ദവർ എങ്ങനെ കർമ്മയോഗികളാകണം. കർമ്മയോഗത്തെക്കുറിച്ച് ശ്രീരാമകൃഷ്ണദേവൻ എന്താ പറഞ്ഞതെന്നാണ് ഞാനപ്പോൾ നോക്കിയത്. അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം, ഞാൻ എല്ലായ്പ്പോഴും ഈ പുസ്തകം എൻ്റെ കൂടെ കാണും. കാരണം ഈ പുസ്തകം വിട്ടൊന്ന് മാറാതിരിക്കാൻ വേണ്ടിയുള്ള ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് പുസ്തകങ്ങളെ കരുതുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ വഴിവിട്ട സഞ്ചാരം ആയിപ്പോകാതിരിക്കുക, നിങ്ങളുടെയും കൂടെ വിലപ്പെട്ട സമയം ഞാൻ വെറുതെ നശിപ്പിക്കാതിരിക്കുക. ഇപ്പോൾ ഭഗവാൻ കർമ്മയോഗത്തെക്കുറിച്ച് ആദ്യം പറയുന്നത് 2ാമത്തെ അധ്യായത്തിലാണ്, ഗീതയിൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഏത് കുഞ്ഞിനും അറിയാവുന്ന ശ്ലോകമാണ്. ആകെ അതറിയാത്ത ആരുമില്ല. ബാക്കിയൊന്നും അറിഞ്ഞില്ലെങ്കിലും, ബാക്കി 700 ശ്ലോകങ്ങളിൽ 699 അറിഞ്ഞില്ലെങ്കിലും ഈ ഒരെണ്ണം നമ്മളെല്ലാവർക്കും അറിയാം. ഇല്ല, അതറിയാമല്ലോ അല്ലേ? കർമ്മയോഗത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞ ഏറ്റവും പ്രശസ്തമായത് കർമ്മണ്യേ വാദികാരസ്തേ മാ ഫലേഷു കഥാചന, 2ാം അധ്യായത്തിലാണ്. പക്ഷേ
മൂന്നാം അധ്യായം എത്തുമ്പോഴാണ് കർമ്മയോഗത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അപ്പൊ കർമ്മയോഗത്തിന്റെ രീതി മാറി. അപ്പൊ ആദ്യം രണ്ടാം അധ്യായം എടുത്താണ് ആളുകൾ വ്യാഖ്യാനിച്ചു വന്നത്. കർമ്മണ്യേ വാധികാരസ്ഥെ, ജോലി ചെയ്യാനേ അവകാശമുള്ളൂ, ശമ്പളം മേടിക്കാൻ ശ്രമിക്കരുത് എന്ന് മുതലാളിമാരും തൊഴിലാളികളോട് ഭൂവുടമകളും ഒക്കെ പ്രസംഗിച്ച ഒരു വാക്കാണ്. ജോലി ചെയ്താൽ മതി, ശമ്പളത്തെക്കുറിച്ച് ചോദിക്കരുത്. അത് ഭഗവാൻ അറിയാം ഈ കുഴപ്പം. കാര്യം ഇത് പറഞ്ഞു കൊടുക്കുന്ന അർജുനോടാണെങ്കിലും പിന്നീട് ഇതെടുത്ത് പ്രയോഗിക്കാൻ പെടുന്നത് കലിയുഗത്തിൽ കുറെ ആളുകളായിരിക്കും, മനുഷ്യരായിരിക്കും എന്ന് അറിയാവുന്നത് കൊണ്ട് ഭഗവാൻ അതൊന്ന് ക്ലാരിറ്റി വരുത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് കർമ്മയോഗം മൂന്നാമത്തെ അധ്യായത്തിൽ അതൊന്ന് ക്ലിയർ ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ മൂന്നാമത്തെ അധ്യായം വായിച്ചില്ല. നമ്മൾ ആ ഒറ്റ സാധനം കൊണ്ട് അങ്ങ് അവസാനിപ്പിച്ചു. അപ്പം മൂന്നാമത്തെ അധ്യായത്തിലാണ് കർമ്മയോഗത്തെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞത്. എന്താണ് കർമ്മയോഗം എന്നുള്ളത്? അതിൽ ഭഗവാൻ പറയുന്നത് കർമ്മം ചെയ്യാതെ നമ്മൾ ഒരു സെക്കൻഡ് പോലും ഇരിക്കുന്നില്ല. ഒരു സെക്കൻഡ് പോലും നമ്മൾ കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. അപ്പം നമ്മുടെ ഒരു ധാരണ കർമ്മം എന്ന് പറഞ്ഞാൽ എന്തോ ശാരീരികാധ്വാനമുള്ള എന്തോ കലാപരിപാടിയായിട്ടാണ് കർമ്മത്തെ നമ്മൾ കാണുന്നത്. എന്തെങ്കിലും ചെയ്യുന്നത് മറ്റൊരാൾ കൂടെ കാണുന്ന തരത്തിൽ വരുമ്പോഴാണ് അത് കർമ്മമായിട്ട് നമ്മൾക്ക് ധാരണ. പക്ഷെ അങ്ങനെയല്ല, വെറുതെ ഇരുന്നാലും അത് കർമ്മമാണ്. നമ്മുടെ ശരീരം വെറുതെ ഇരുന്നാലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു ഏകദേശം 70-80 ആളുകൾ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഈ 80 പേരും 80 സ്ഥലത്തേക്ക് ഇപ്പൊ ഈ സമയത്ത് തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. 80 പേരുടെയും ശരീരം ഇവിടെ ഉണ്ടെങ്കിലും 80 പേരുടെയും മനസ്സ് പൂർണ്ണമായും ഇവിടെ അല്ല, കുറെയൊക്കെ വേറെ എവിടെയാണ്. 80 പേരും 80 തരത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആലോചിച്ചു, ഇവിടുത്തെ ഒരു ശബ്ദമായ, അതായത് മൈന്യൂട്ടായിട്ടുള്ള ശബ്ദവീചികളെ ഇപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയാൽ അതൊന്ന് ഈ മൈക്കിലൂടെ വെച്ചാൽ നമ്മുടെ ഇയർ ഡ്രം അടിച്ചു പോകും. ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോൾ ഇവരുടെ മൈന്യൂട്ടായിട്ടുള്ള ചിന്തകളും ഒരു ശബ്ദമാണ്. ഈ ചിന്തകൾ ഉൾപ്പെടെയുള്ള ശബ്ദങ്ങളെ റെക്കോർഡ് ചെയ്തിട്ട് ഇതിലൂടെ നമ്മൾ മൈക്രോഫോണിൽ കൂടെ പുറത്ത് വിട്ടാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഇയർ ഡ്രം അടിച്ചു. അത്ര ഭീകര ശബ്ദമാണ്. അപ്പൊ ആലോചിച്ചു, വെറുതെ ഇരിക്കുന്ന നമ്മൾ ചെയ്യുന്ന ജോലിയുടെ വലുപ്പം. ഇതാണ് കർമ്മയോഗത്തിൽ ഭഗവാൻ രണ്ടാമത് കാര്യം. കാര്യം നമ്മൾ സദാ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സദാ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തെ ഇവിടെ ഇരിക്കുന്ന 60-70 പേരും 60-70 സ്ഥലത്തേക്ക് തങ്ങളുടെ ചിന്തകളെ വിടുവിക്കുന്നതിന് പകരം, സഞ്ചരിപ്പിക്കുന്നതിന് പകരം, വ്യാപിപ്പിക്കുന്നതിന് പകരം അതിനെ ഒരേ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്നാൽ എന്തായി? ഒറ്റ പോയിന്റിലേക്ക് അതെല്ലാം കൂടെ കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ ശക്തി, ഇത് ഓരോരുത്തരുടെയും ശബ്ദങ്ങൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്താൽ തന്നെ ഇവിടെ ഒരു വലിയ ഭൂകമ്പത്തിന്റെ ശബ്ദമായിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ഒരിടത്തേക്ക് ഫോക്കസ് ചെയ്താൽ, അതായത് സൂര്യന്റെ ഒരു പ്രകാശത്തെ നമ്മളൊരു ലെൻസിലൂടെ ഇവിടെ ഒരു കടലാസിൽ കാണിക്കാമെങ്കിൽ ആ കടലാസ് കത്തിപ്പോകും. അപ്പൊ നമ്മളെല്ലാം സൂര്യപ്രകാശത്തിൽ കത്താവുന്ന തരത്തിലാണ് സൂര്യന്റെ പ്രകാശം, ഉറപ്പാണല്ലോ. അല്ലെങ്കിൽ ആ കടലാസ് കത്തില്ലല്ലോ. സൂര്യന്റെ പ്രകാശത്തെ ഒരു ലെൻസിലൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിന് താഴെ ഒരു കടലാസ് വെച്ചാൽ കടലാസ് കത്തിപ്പോകും. അതിന്റെ അർത്ഥം സൂര്യരശ്മിക്ക് നമ്മളെ കത്തിക്കാനുള്ള ശക്തി ഉണ്ട് എന്ന് തന്നെയല്ലേ. എന്നിട്ട് എന്താ, നമ്മൾ ഈ ഒരു കടലാസ് കത്തുന്നുണ്ടെങ്കിലും നമ്മൾ എന്താ കത്തിപ്പോവാതെ? ഈ സൂര്യരശ്മി ഏൽക്കുന്ന നമ്മൾ കത്തുന്നില്ല. കാരണം സൂര്യനിൽ നിന്ന് പ്രകാശിക്കുന്ന ഈ കിരണങ്ങൾ ഇവിടെ എത്തുന്നതിനകം തന്നെ ധാരാളം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വികിരണം സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് പല തരത്തിലായിട്ട് വ്യാപിച്ച് അതിന്റെ ശേഷി കുറഞ്ഞ് ഒരു പക്ഷെ ഭൂമധ്യരേഖയിൽ ഇരിക്കുന്ന നമുക്കൊക്കെ അത് കൂടുതൽ അനുഭവപ്പെടുന്നു, അമേരിക്കയിൽ ഇരിക്കുന്നവർക്ക് അത് കുറച്ച് അനുഭവപ്പെടുന്നു. അങ്ങനെ പലർക്കും കുറേശ്ശെയായിട്ട് അനുഭവപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് ആ ചൂട് കുറച്ച് അനുഭവപ്പെടുന്നത്. എങ്കിലും നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഫാനൊക്കെ ഇട്ടത്. എന്നാലും നമ്മൾ വേർക്കുന്നുണ്ട്, ചൂടാകുന്നുണ്ട്. അപ്പൊ നമ്മളെല്ലാം തീ പിടിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രകാശരശ്മിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വ്യക്തം. ഇത് തന്നെയാണ് ചിന്തയുടെ കാര്യത്തിലും കർമ്മത്തിന്റെ കാര്യത്തിലും. ഈ കർമ്മങ്ങളെ എല്ലാം ഒരേ ഫോക്കസ് പോയിന്റിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം എത്രയാണ് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റില്ല. നേരത്തെ ഗോപിച്ചേട്ടനോട് പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ഇവിടെ ഇത്തരം സങ്കല്പങ്ങളൊക്കെ നടന്നു വന്നത്. ഇവിടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ചില സങ്കല്പങ്ങൾ, ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സങ്കല്പങ്ങൾ അതുകൊണ്ടാണ് സാർത്ഥകമാകുന്നതും
ഇതേപോലെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് അതിനെ ഫലവത്താക്കാനും കഴിയും. ഞാൻ ഈ വഴി വിട്ട് പോകുമെന്നുള്ളതിൻ്റെ പേടിയിരിക്കുന്നതാണ്. വചനാമൃതത്തിൽ നിന്ന് വിട്ട് എൻ്റെ വഴി കൂടെ ഞാൻ പോകുന്നത് തെറ്റാണ്. അപ്പം ഞാൻ വചനാമൃതത്തിലേക്ക് തിരിച്ചു തരാം. അപ്പോൾ ഈ ബോയിച്ചേട്ടൻ പറഞ്ഞ വിഷയം തന്നെ കർമ്മയോഗം തന്നെ. അപ്പം നേരത്തെ ഇവിടെ യാദൃച്ഛികമായിട്ട് നിർമ്മലാനന്ദ സ്വാമിജി സംഭാഷണം നടത്തിയപ്പോൾ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ആ വാക്ക് ഈശ്വര സാക്ഷാത്കാരം എന്നായിരുന്നു. സ്വാമി പറഞ്ഞ ആ വാക്ക് ഈശ്വര സാക്ഷാത്കാരം. അപ്പോൾ നമ്മളെല്ലാം ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള വഴിയിലാണ് നമ്മൾ ജനിക്കുന്നത്. ഓരോ ജന്മവും ഓരോ ജീവനും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു ലക്ഷ്യവും ഈ ഭൂമിയിൽ ഒരു ജീവനുമില്ല. പ്രത്യേകിച്ച് മനുഷ്യ ജന്മത്തിന് വേറെ മറ്റൊന്നുമില്ല. എല്ലാ ജന്മങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം എല്ലാ ജന്മങ്ങളും ഭഗവാനെ ഈശ്വരനെ സംബന്ധിച്ച് ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഉറുമ്പ് മുതൽ മനുഷ്യൻ വരെയുള്ള എല്ലാ ജന്മങ്ങളും ഒരേ ലക്ഷ്യത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എത്താൻ ഒരുപാട് സമയമെടുക്കും. നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും. അത് എത്രയും പെട്ടെന്ന് അവിടെ എത്തിത്തീരുക എന്നുള്ളതാണ് കർമ്മയോഗം കൊണ്ടുള്ള ഉദ്ദേശം. കർമ്മയോഗം ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈശ്വര സാക്ഷാത്കാരത്തിന് ഏറ്റവും സിംപ്ലസ്റ്റ് വേ. ഇപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് സ്ഥലത്ത് പോകുന്ന പോലെയാണ്. ഈശ്വര സാക്ഷാത്കാരം എന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ഏറ്റവും ഷോർട്ടസ്റ്റ് വേ ആണ് ഗൂഗിൾ കാണിക്കുക. അപ്പോൾ ആ ഷോർട്ടസ്റ്റ് വേ കൂടെ നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ പുതിയ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ച് നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിന് വളരെ എളുപ്പ മാർഗങ്ങളുണ്ട്. ഇന്നാണ് ഗൂഗിൾ മാപ്പൊക്കെ കണ്ടുപിടിച്ചത്. പക്ഷെ അതിനു മുമ്പേ തന്നെ ഈശ്വരൻ അത് കണ്ടുപിടിച്ച് ഇവിടെ വെച്ചിരുന്നു. അങ്ങനെ പലരും അവിടെ പെട്ടെന്ന് എത്തി. എൻ്റെ പ്രായത്തിൽ ഞാൻ ഈശ്വര സാക്ഷാത്കാരത്തിൽ നിന്നും ചിലപ്പോൾ 10,000 മൈലുകൾക്ക് ഇപ്പുറത്തിപ്പോഴും നിൽക്കുന്നേ ഉള്ളായിരുന്നു. പക്ഷെ നിർമ്മലാനന്ദ സ്വാമി വളരെ പെട്ടെന്ന് ബസ് കയറി അവിടെ എത്തി. അതാണ് നമ്മളും സ്വാമിയും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് രണ്ടുപേർക്കും, സ്വാമിക്കും നമുക്കും കിട്ടിയ അവകാശം ഒന്നായിരുന്നു ഈ ഭൂമി. നമ്മൾ സ്വാമിയും നമ്മളും ജനിച്ചത് ഒരുപോലെ തന്നെയാണ്. പക്ഷെ സ്വാമി പെട്ടെന്ന് ഈശ്വര സന്നിധിയിലും എത്തി. എന്നിട്ട് നമ്മളെ നോക്കിയിരിക്കുക. നമ്മളിപ്പോഴും അവിടെ എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് സ്വാമി വളരെ പെട്ടെന്ന് എത്താനുള്ള കാരണം? നമ്മൾ എന്താണ് വളരെ സാവകാശം, നമുക്ക് എന്താണ് തടസ്സം സംഭവിക്കും? ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു. നമ്മളിവിടെ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോവുകയാണെന്ന് വിചാരിക്കുക. രാവിലെ തീരുമാനിച്ച് കുടുംബസഹിതം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ പോകാം, അല്ല തൊഴാൻ പോകാം. നമ്മൾ ഇതിനു മുമ്പ് തിരുവനന്തപുരത്ത് പോയിട്ടില്ല. നമുക്ക് തിരുവനന്തപുരത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അപ്പോൾ രാവിലെ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പുറപ്പെടുന്ന ഒരാളുടെ ഉള്ളിലുള്ള ആദ്യം എന്തായിരിക്കും? എത്ര സമയമെടുക്കുമെന്ന് അറിയില്ല. അവിടെ ചെന്നാൽ എങ്ങനെ, അവിടെ അമ്പലത്തിൻ്റെ മുമ്പിൽ എത്ര എത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അവിടെ ദർശനം കിട്ടാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്നറിയില്ല. ദർശനം എങ്ങനെയാണെന്ന് അറിയില്ല. അത് കണ്ടിട്ടേയില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഞാൻ ഇവിടുന്ന് പുറപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ അന്വേഷിക്കുന്നത് എന്താണ്? ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ്, കിട്ടാവുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ പോകുന്നതിന് മുമ്പ് ഒന്ന് കരുതി വയ്ക്കും. കാര്യം എങ്ങനെയായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അവിടെ പോയിട്ടുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള അനുഭവമുള്ളവരോ നമ്മളോട് പറഞ്ഞു തരും. അതിവിടെ നിങ്ങളുടെ തിരുവനന്തപുരത്ത് ചെന്നാൽ, ഇന്നടത്ത് ചെന്നാൽ, കിഴക്കേക്കോട്ട ചെന്നാൽ അവിടെയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഇരിക്കുന്നത്. അവിടെ ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് കിഴക്കേനട വഴി പോയാൽ കുറേ സമയമെടുക്കും. കാര്യം അത് ഒരുപാട് ചെക്കിംഗ് ഉണ്ട്. 4 നടയിൽ കൂടെയും ദർശനത്തിന് സമയമുണ്ട്. ഇന്ന സമയത്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. കയ്യിലൊന്നും കരുതാൻ പറ്റില്ല. പിന്നെ അവിടെ ചെന്നാൽ 1000 രൂപ കൊടുക്കാമെങ്കിൽ പെട്ടെന്നകത്ത് കയറാം. 500 രൂപ കൊടുത്താങ്കിൽ കുറച്ചുകൂടെ താമസിച്ച് കയറാം. പിന്നെ ഒന്നും കൊടുത്തില്ലെങ്കിൽ സൗകര്യമുള്ളപ്പോൾ കയറാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കിങ്ങനെ, അങ്ങനെയാണ് നമ്മൾ ദർശനത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ അറിയാത്ത ഒരാൾ പത്മനാഭന്റെ മുൻപിൽ എത്തുന്ന സമയത്തേക്കാൾ എളുപ്പം ആരെത്തും? ഇതറിയാവുന്ന ഒരാളെത്തും. ഇതൊക്കെ അറിയാവുന്ന പരിചയമുള്ള ഒരാൾക്ക് ഇത്രയും സമയം ആവശ്യമില്ല. അയാൾക്ക് കൃത്യമായിട്ട് അറിയാം ഏത് വഴി കൂടെ പോകണമെന്ന്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞ് നേരെ വഴി കൂടെ ഒന്ന് പോയിരുന്നുണ്ട്, ഇതുപോലെ ഒരു ഇടവഴിയുണ്ട്, ആ ഇടയിൽ കൂടെ കയറിയാൽ അപ്പുറത്ത് ഇറങ്ങാം, അങ്ങനെയൊക്കെ കയറാം. അത് ഗുരുവായൂർ അമ്പലത്തിൽ ചെല്ലുന്നവർക്കും അറിയാം. ഗുരുവായൂർ അമ്പലത്തിലും ഇങ്ങനെ
ചെറിയൊരിടയിൽ കൂടെ കയറിയാൽ അകത്ത് കയറാവുന്ന വഴികളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ സ്ഥിരമായി പോകുന്നവർക്കറിയാം. പക്ഷെ സാധാരണ ഇതിൽ പോകുന്നവർ ചിലപ്പോൾ മണിക്കൂർ കാത്തിരിക്കുന്നു. ഇതാണ് ഈശ്വര സാക്ഷാത്കാരത്തിന്റെ ഒരു ബേസിക് ട്രെൻഡ്. ഇതാണ്. ഇനി നമുക്ക് സംഭവിക്കുന്ന മറ്റൊരു കുഴപ്പം എന്താണ്? നമ്മളിവിടെ തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് കാറിൽ ഇറങ്ങി. കാറിൽ കയറി ഇരുന്ന് നമ്മൾ കുറ്റൂർ ജംഗ്ഷനിലെത്തിയപ്പോൾ ഒരാൾ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ കൈ കാണിച്ചു. അപ്പോൾ നിങ്ങളെവിടെ പോകുക? ഞാൻ തിരുവനന്തപുരത്ത്. അയ്യോ, ഞാനും തിരുവനന്തപുരത്തേക്കാണ്. എന്നാൽ എന്നെ കൂടെ, എന്നാൽ ഒരു നല്ല കാര്യത്തിന് പോകല്ലോ, ഒരു ഉപകാരം ചെയ്യേക്കാന്ന് അയാളെ കൂടെ വിളിച്ച് കയറ്റി. അയാളും കാറിൽ കയറി. അയാൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ അയാൾക്ക് വേറൊരു വഴിയിൽ കിളിമാനൂരെത്തുമ്പോൾ അയാൾക്ക് ഒരാളെ ഒന്ന് കാണണവൻ. അപ്പോൾ അയാൾ നമ്മളോട് പറയാം, ആ കിളിമാനൂരിലുള്ള അയാളെ കണ്ട എനിക്കൊരു സാധനം മേടിക്കാം, എന്നെ ഒന്ന് അങ്ങോട്ട് അവിടെ കൂടെ ഒന്ന് കയറാം. അപ്പം നമ്മളെല്ലാം കൂടെ അവിടെ. നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം. കുറ്റൂർ മുതൽ നമ്മൾ വഴി തെറ്റി തുടങ്ങി. കാരണം വേറൊരാളെ വിളിച്ച് കയറ്റി. പിന്നെ അയാളുടെ സൗകര്യത്തിന് പോയി. ചുരുക്കം കുറെ കഴിഞ്ഞ് അവിടെ നിന്നും വന്ന് താമസിച്ച് കുറെ കൂടെ പോയപ്പോഴേക്കും അയാൾക്ക് നെഞ്ചുവേദന വന്നു. അടുത്ത് നമ്മുടെ പരിപാടി എന്താണ്? ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ പോയി ഇയാളെ വഴി കളയും. നമ്മൾ ഇയാളെയും കൊണ്ട് ആശുപത്രി. ചുരുക്കം അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഇയാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അയാളുടെ പിന്നാലെ നടന്നു. ചുരുക്കം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ എത്തിയില്ല. ഇതാണ് നമ്മളും സ്വാമിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ എത്താത്തത് നമ്മൾ ആവശ്യമില്ലാതെ പല പല വഴിയിൽ കൂടെ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമില്ലാതെ, ആ ലക്ഷ്യം എത്രത്തോളം ഉറപ്പാണെന്നുള്ള ഒരു വ്യക്തത നമുക്കില്ലാതെ നമ്മൾ തന്നെ നമ്മുടെ ചിന്തകളെ സ്കാറ്റേഡ് ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വഴിതെറ്റും. കർമ്മയോഗത്തിൽ ഇത് പറയുന്നത്, ഭഗവാൻ പറയുന്നത്, കർമ്മയോഗത്തിൽ പറയുന്നത് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യണം. നമ്മൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ പറഞ്ഞു തുടങ്ങുന്ന അതിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ചതിൻ്റെ ഉദ്ദേശം തിരിച്ചറിയാം. നിങ്ങൾ എന്തിനാണ് ജനിച്ചത് എന്നുള്ള ഉദ്ദേശം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ എന്നുള്ളതാണ് ശ്രീരാമകൃഷ്ണദേവൻ ആദ്യം ഇവിടെ ഭക്തന്മാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് ഇതിനകത്തൊരു രസകരമായ ഭാഗം ഭഗവാൻ പറയുന്നൊരു കാര്യം ഇതാണ്. കർമ്മത്തെക്കുറിച്ച് നമുക്കൊരു ചെറിയ തെറ്റിദ്ധാരണയുണ്ട്. കർമ്മം ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ കർമ്മം ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ട കർമ്മമാണോ എന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ട കർമ്മമാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത്. പലപ്പോഴും നമ്മൾ ചെയ്യേണ്ട കർമ്മമായിരിക്കില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടതായ കർമ്മം എന്താണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാതെ പോകും. നമ്മുടെ കർമ്മത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാതെ നമുക്ക് പോകും. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ഇഷ്ടമുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ജയിക്കണം, അതിൽ വേണ്ടത്ര വിജയം കൊള്ളണമെന്ന് നിർബന്ധമില്ല. അത് കഴിയുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഒരു ജോലി അന്വേഷിക്കുമ്പോൾ അത് കിട്ടാതെ പോകുന്നു. ആ ഇഷ്ടമുള്ള ജോലി കിട്ടാതെ പോകുമ്പോൾ കിട്ടിയ ജോലിയിൽ കയറുന്നു. അതിൽ അസംതൃപ്തരായിട്ട് കുറെ കാലം ജീവിക്കുന്നു. അങ്ങനെ തുടക്കം മുതലേ വഴിതെറ്റി നമ്മളുടെ യഥാർത്ഥ സത്വം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറും. പക്ഷെ ഇത് ആദ്യമേ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കിത് അറിയണ്ടേ? അപ്പോൾ ഒരു കണക്കിന് ഇത് അറിയുന്നതിന്, നിർഭാഗ്യവശാൽ ഞാൻ 5-ാം വയസ്സിൽ ഇത് അറിഞ്ഞില്ലെങ്കിൽ, 10-ാം വയസ്സിൽ അറിഞ്ഞില്ലെങ്കിൽ, 25-ാം വയസ്സിൽ അറിഞ്ഞില്ലെങ്കിൽ, കുറഞ്ഞ പക്ഷെ ഒരു 60 വയസ്സ് കഴിഞ്ഞെങ്കിലും ഒന്നും അറിയണ്ടേ. അത്രയും മതി. അത്രയും നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രായത്തിലാണ് എന്നുള്ളത് ഇവിടെ ഒരു പരിഗണനാ വസ്തുതയല്ല. ഏത് പ്രായത്തിൽ എന്നുള്ളതല്ല, നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ കർമ്മം എന്താണെന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ അപ്പോൾ ഒരു ഭക്തൻ ഭഗവാനോട് ചോദിച്ചു, അപ്പോൾ പണം സമ്പാദിക്കുന്നത് കർമ്മമാവാം, പണം സമ്പാദിക്കുന്ന ഒരു കർമ്മം ആകുന്നതുകൊണ്ട് തെറ്റുണ്ട് എന്ന് ഭക്തൻ ചോദിച്ചു. ഇതാണ് നമ്മൾ കർമ്മത്തിന് വെച്ചിരിക്കുന്ന നിർവചനം. നമ്മളെല്ലാവരും, ഭൂരിപക്ഷം പേരും, നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഭൂരിപക്ഷം ആളുകൾ, സ്വാമി ഒഴികെയുള്ള എല്ലാവരുടെയും കർമ്മം എന്ന് പറയുന്നത് ധനസമ്പാദനമോ സമ്പത്ത് സമ്പാദനമോ, അതിന് സംശയമൊന്നുമില്ല. അതല്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. ഇതൊട്ട് അവസാനിക്കുന്നുമില്ല. ഈ ധനസമ്പാദനത്തെ സംബന്ധിച്ച പ്രശ്നങ്ങളോ നമ്മളെ സംബന്ധിച്ച് പണം സമ്പാദിക്കുന്ന ഒരു പ്രക്രിയയോ ജീവിതത്തിൽ ഒരു കാലത്തും അവസാനിക്കുന്നില്ല. സ്വാമിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു കർമ്മമില്ല.
സ്വാമി ഇരിക്കുന്നിടത്തേക്ക് അപ്പം ആളുകൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സ്വാമിക്ക് ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? വലിയൊരു ആശ്രമം മാനേജ് ചെയ്യണം, അതിന് പൈസ വേണ്ടേ? അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് പണം വേണ്ടേ? അപ്പൊ ഇതെവിടുന്ന് സംഭവിക്കുന്നു എന്ന് ചോദിക്കും. അതായത് സ്വാമി വിവേകാനന്ദനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രനായിരുന്ന കാലത്ത് ഒരു നേരത്തെ ആഹാരത്തിന് സ്വന്തം കുടുംബത്തിലേക്ക് ചെലവിന് കൊടുക്കാൻ കഴിയാതിരുന്ന സ്വാമിജി, അത്രമേൽ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും പോയ സ്വാമിജി, കൽക്കട്ടയിലെ ഏറ്റവും സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ച സ്വാമി വിവേകാനന്ദൻ അവസാനം തൻ്റെ 17-18 വയസ്സായപ്പോൾ 20 വയസ്സിന് മുൻപേ തന്നെ ദാരിദ്ര്യത്തിന്റെ അങ്ങ് അറ്റത്തേക്ക് എത്തുക. അങ്ങനെയുള്ള വിവേകാനന്ദൻ ഇത്രയും കാലങ്ങളായി കെട്ടിപ്പടുത്ത ആ മഹാസാമ്രാജ്യത്തിന്റെ വലിപ്പം ഇന്ന് കോടികൾ മതിക്കുന്നു. ഇന്ന് വെലൂർ മഠമായാലും ശരി, കൽക്കട്ടയിലെ വിവേകാനന്ദ കേന്ദ്രങ്ങളായാലും ശരി, കേരളത്തിലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ശ്രീരാമകൃഷ്ണ ആശ്രമങ്ങളായാലും ശരി, കോടികൾ 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 വിലമതിക്കുന്ന ആശ്രമ കെട്ടിടങ്ങളും ആശ്രമങ്ങളും എല്ലാം ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാത്ത സ്വാമിജി ഇറങ്ങി തിരിച്ചതാണ്. ഒരു കാലത്ത് സ്വാമിജി മാത്രമല്ല, സ്വാമിജിയെ പോലുള്ള തൻ്റെ കൂടെയുള്ള 15 സന്യസ്ത ശിഷ്യന്മാരും കൂടെ ചേർന്ന് ഇറങ്ങി തിരിച്ചവരാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ല. ബാരാനഗർ എന്ന് പറയുന്ന ഒരു ആശ്രമം അവർ കണ്ടെടുക്കുകയാണ് ചെയ്തത്. ബാരാനഗർ എന്ന് പറയുന്നത് പ്രേതാദികളുടെ ശല്യമുള്ള ഒരു കൽക്കട്ടയിലെ ഒരു പഴകിയ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടം. അത് ആർക്കും ഉപയോഗിക്കാൻ കൊള്ളില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഉടമസ്ഥൻ 10 രൂപ വാടകയ്ക്ക് അത് സ്വാമിജിയോട്, വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് കൊടുത്തു. അവിടെ അവർ താമസിച്ചപ്പോൾ കിടക്കാനായിട്ട് പായില്ല. ആ ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിന്റെ പൊട്ടിപ്പൊളിഞ്ഞ തറയിലാണ് കിടക്കുന്നത്. തല വെക്കുന്നത് ഇഷ്ടിക തലയിൽ വെച്ചാണ് കിടന്നുറങ്ങുന്നത്. അവിടെ ഭഗവാന്റെ ശ്രീരാമകൃഷ്ണദേവന്റെ ഒരു ചിത്രം വെച്ച് പൂജിക്കുന്നുണ്ട്. പൂജകൾ ചെയ്യാനുള്ള ചുമതല രാമകൃഷ്ണാനന്ദ സ്വാമികൾ എന്ന് പറയുന്ന ഒരു സന്യാസിക്കാണ്. വിവേകാനന്ദന്റെയൊക്കെ കൊളീഗായി രാമകൃഷ്ണാനന്ദ സ്വാമികളാണ് പൂജ ചെയ്യുന്നത്. പൂജ ചെയ്യുമ്പോൾ നിവേദ്യം വെക്കണം. നിവേദ്യം വെക്കാൻ അരിയോ മറ്റ് ഭക്ഷ്യവസ്തുക്കളോ ഇല്ല. അന്ന് രാമകൃഷ്ണാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണദേവന്റെ ചിത്രത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ മണ്ണ് കുഴച്ചു വെക്കുമെന്ന്. മണ്ണ് കുഴച്ചു വെക്കും. അങ്ങനെ മണ്ണ് കുഴച്ചു വെച്ചിട്ട് ആ മണ്ണ് നിവേദ്യമായി ഇവർ കഴിക്കുകയും കൂടെ വേണം. ഭഗവാന് കൊടുത്താൽ മാത്രം പോരാ, ആ മണ്ണ് കുഴച്ച് ഭഗവാന് വെച്ചു കൊടുത്താൽ ആ നിവേദ്യമാകുന്ന മണ്ണ് കഴിക്കുകയും കൂടെ വേണം. അപ്പൊ ഇല്ലായ്മയുടെ ഏറ്റവും വലിയ അത്യുന്നത അവസ്ഥയിലായിരുന്നു അന്നവർ. ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ലാത്ത ആ സന്യാസ സമൂഹം പിന്നെ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ലോകം കീഴടക്കുകയാണ് ചെയ്തത്. അത് അവർ ഹിന്ദു ധർമ്മത്തെ എത്രമാത്രമാണ് മുറുകെ പിടിച്ചതെന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവാണ്. ഇതിപ്പോൾ മറ്റൊരു തെളിവില്ല. ഹിന്ദുധർമ്മം എന്താണ് എന്ന്, ഹിന്ദുധർമ്മം എന്ന് പറയുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ലോകത്തെ സ്വജീവിതം കൊണ്ട് തെളിയിച്ചു കൊടുത്തവരാണ്. അത്തരത്തിലുള്ള ഒരു വലിയ വൈകാരികമായ അവസ്ഥയിലേക്ക് ഹിന്ദുധർമ്മത്തിന്റെ പേരിൽ നമുക്ക് ഉയരാൻ ഓരോരുത്തർക്കും കഴിയും. ഇതൊരു വിവേകാനന്ദന് മാത്രം കഴിയുന്ന കാര്യമല്ല, എല്ലാവർക്കും കഴിയും. ഇത് കഴിയാത്ത ആരുമില്ല. അപ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും അതിന് കഴിയാൻ തക്ക ശേഷി നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ഈ ഹിന്ദുധർമ്മം പഠിച്ചേ പറ്റും. ഹിന്ദുധർമ്മം പഠിക്കാതെ നമുക്കിത് സാധ്യമാണ്. വിവേകാനന്ദൻ നരേന്ദ്രനായിരുന്ന കാലത്ത് ആ യുവാക്കൾക്ക് ഹിന്ദുധർമ്മം പഠിപ്പിച്ചു കൊടുക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. നിർഭാഗ്യവശാൽ അവരെല്ലാം വായിച്ചു പഠിച്ചത് സായിപ്പ് എഴുതിയ പുസ്തകമായിരുന്നു. അന്ന് നമുക്ക് ഇന്ത്യയിൽ പുസ്തകങ്ങളില്ല. സായിപ്പ് ഇത് മനസ്സിലാക്കി അവിടെ പോയി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലാക്കിയ പുസ്തകം വേണം വിവേകാനന്ദന് പഠിക്കാൻ. വിവേകാനന്ദന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു പുസ്തകം ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചായിരുന്നു. ഇന്ന് ഈ കാണുന്ന ശ്രീരാമകൃഷ്ണ വചനാമൃതം എഴുതിയത് ബൈബിളിനെ ബേസ് ചെയ്താണ്. കാര്യം ഒരു മോഡൽ എടുക്കാൻ ഒന്നില്ല. 1800കളുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. 1860-80കൾക്ക് ശേഷമുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. 1880കൾക്ക് ശേഷം എടുക്കാൻ ഒരു മോഡൽ പുസ്തകം നമുക്ക് ഭാരതത്തിൽ കിട്ടാനില്ല. നമ്മൾ നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ വ്യാഖ്യാനം നടത്തും. അതൊക്കെ ഈ അടുത്ത കാലത്താണ് ഈ രൂപത്തിൽ നമുക്ക് കിട്ടിത്തുടങ്ങി.
ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് അവർക്ക് അവരുടെ മുമ്പിൽ ഒരു മോഡൽ എന്ന് പറയാൻ അന്ന് ബ്രിട്ടീഷ് ഭരണമായിരുന്നത് കൊണ്ട് അവർക്ക് ലഭിച്ചത് ബൈബിൾ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ആദ്യം ഇട്ട പേര് ബൈബിളിനോട് ബന്ധപ്പെട്ട പേരാണ്. ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണ എന്നാണ് ഇതിന്റെ പേര്. ഗോസ്പൽ എന്നുള്ള വാക്ക് ബൈബിളിൽ നിന്നാണ്. ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണ എന്നാണ്. എത്രമാത്രമാണ് ഈ ബൈബിളിനെ ആശ്രയിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എത്രമാത്രം പതറ്റിക് കണ്ടീഷനിലായിരുന്നു ഒരു കാലം. 1880 എന്ന് പറഞ്ഞാൽ ഒരു 150 വർഷം മുമ്പാണ്. വലിയ അധികമൊന്നുമില്ല. എൻ്റെ അച്ഛൻ്റെയോ അപ്പൂപ്പൻ്റെ കാലം എടുത്താൽ മതി, ഇല്ലേ? അത്രയും മതി. നമ്മുടെ തൊട്ട് മുമ്പുള്ള പിതാമഹന്റെ കാലഘട്ടത്തിലെ സംഭവമാണ് നമ്മൾ ഈ പറയുന്നത്. അത്രയും പതറ്റിക് കണ്ടീഷനിലേക്ക്. ഒരുപക്ഷെ താളിയോല ഗ്രന്ഥങ്ങളിലും മറ്റുമൊക്കെ ധാരാളം ഇത് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ അതൊന്നും സമൂഹത്തിന് കിട്ടത്തക്ക രീതിയിൽ അവൈലബിൾ അല്ല. തിരുവല്ലയിലെ ഏതാനും ചെറുപ്പക്കാർ അന്ന് മദ്രാസിൽ പഠിക്കാൻ പോയി. അന്ന് കേരളത്തിൽ പഠിക്കാനുള്ള സംവിധാനം ഇല്ല. അപ്പൊ മദ്രാസിലേക്കാണ് പഠിക്കാൻ പോയത്. മദ്രാസിൽ ഇവിടെ നിന്ന് പഠിക്കാൻ പോയപ്പോൾ തിരുവല്ലയിലെ ചെറുപ്പക്കാരെല്ലാം കൂടെ പഠിക്കാൻ ചെന്നപ്പം അവർ മദ്രാസിലെ ശ്രീരാമകൃഷ്ണ ആശ്രമം, മൈലാപ്പൂരിലുള്ള ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ ചെല്ലുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണ് കുഴച്ച് തരും എന്ന് പറഞ്ഞ രാമകൃഷ്ണാനന്ദ സ്വാമികളാണ് അന്ന് മൈലാപ്പൂരിലെ മദ്രാസ് ആശ്രമത്തിന്റെ പ്രസിഡന്റ്. അപ്പം അദ്ദേഹത്തെ കാണാൻ പോയി. അപ്പം അദ്ദേഹം പറഞ്ഞു, എല്ലാ ഞായറാഴ്ച ഇവിടെ ക്ലാസ് ഉണ്ട്, വരണം. ഇത് സംഭവിക്കുന്നത് 1910 മുമ്പാണ്. 1906-7 കാലഘട്ടത്തിൽ. 1906-7 കാലഘട്ടത്തിൽ. അപ്പം അവർ ഞായറാഴ്ച തോറും അവിടെ ചെല്ലാൻ തുടങ്ങി. ചെന്നപ്പോൾ ഇതുപോലുള്ള കഥകളൊക്കെ കേട്ടു, കാര്യങ്ങളൊക്കെ കേട്ടു അവർ തിരിച്ചു വരും. 1910 അവരിവിടെ തിരിച്ചു വന്നു. ഈ പോയ ചെറുപ്പക്കാരൊക്കെ തിരിച്ചു വന്നു. അപ്പം അവിടെ പഠിക്കാൻ പോയ ചെറുപ്പക്കാർക്ക് കുറച്ച് കൂട്ടുകാരെ കിട്ടി. അതിൽ കുറച്ച് പേർ ഹരിപ്പാട്ടുള്ളവരായി, കുറച്ച് പേർ തിരുവനന്തപുരത്തുള്ളവരായി. ഈ ഹരിപ്പാട്ടുള്ളവരെല്ലാം കൂടെ തിരിച്ചു വന്നപ്പോൾ 1910 തിരിച്ചു വന്നപ്പോൾ അവർ വിചാരിച്ചു, നമുക്ക് മദ്രാസിൽ ഉണ്ടാക്കിയ പോലെ ഒരു ഞായറാഴ്ച സങ്കേതം ഉണ്ടാക്കും, രവിവാര പാഠശാല ഇവിടെ ഉണ്ടാക്കും. അങ്ങനെ ആ ചെറുപ്പക്കാരെല്ലാം കൂടെ ഹരിപ്പാട്ട് 1910 ഒരു രവിവാര പാഠശാല ഉണ്ടാക്കുകയും തിരിച്ച് അതിൻ്റെ ഒരു വാർഷികം 11 വന്നപ്പോൾ, ഒരു വർഷം കഴിഞ്ഞ് വാർഷികം 11 വന്നപ്പോൾ 1911 ആ ചെറുപ്പക്കാർക്കൊരാഗ്രഹം, ഇത് പറഞ്ഞു തന്ന രാമകൃഷ്ണാനന്ദ സ്വാമിയെ തന്നെ ഇവിടെ കൊണ്ടുവരും. അങ്ങനെ രാമകൃഷ്ണാനന്ദ സ്വാമിയുടെ അടുത്ത് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഒരു വർഷം തികയുന്നതിൻ്റെ വാർഷിക ആഘോഷമാണ്, സ്വാമി ഇവിടെ വരണം. സ്വാമി പറഞ്ഞു, ഞാൻ വരാം. പക്ഷെ 11 ആയപ്പോഴേക്കും സ്വാമിക്ക് ചില അസൗകര്യങ്ങൾ വന്നപ്പോൾ സ്വാമി ഇവരോട് പറഞ്ഞു, ഹരിപ്പാട്ടുള്ള ചെറുപ്പക്കാരോട് പറഞ്ഞു, എനിക്ക് ചില അസൗകര്യങ്ങളുണ്ട്, പകരം ഞാൻ മറ്റൊരു മിടുക്കനായ സന്യാസിയെ അങ്ങോട്ട് പറഞ്ഞേക്കാം. അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്നാണ്, ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഉടൻ ഇവർ ചെന്ന് കൊച്ചിയിൽ ചെന്ന് ആ സ്വാമിയെ സ്വീകരിച്ചുകൊണ്ട് വന്നു. അങ്ങനെ 1911 ആ സ്വാമി അവിടുത്തെ വാർഷിക ആഘോഷത്തിൽ പങ്കെടുത്തു. ആ സ്വാമിയുടെ പേരാണ് നിർമ്മലാനന്ദ സ്വാമി. കേരളത്തിൽ ഇന്ന് കാണുന്ന മുഴുവൻ ആശ്രമങ്ങളും പടുത്തുയർത്തിയത് ആ 11 ഇവിടെ ആദ്യമായിട്ട് വന്ന നിർമ്മലാനന്ദ സ്വാമി. വന്ന ആ നിർമ്മലാനന്ദ സ്വാമി ഇവിടെ വന്നപ്പോൾ 11 ഇവിടെ വന്നു കഴിഞ്ഞ് 12 അദ്ദേഹം വീണ്ടും തിരുവനന്തപുരത്ത് വന്നപ്പോൾ തിരുവനന്തപുരത്തുകാരെല്ലാം കൂടെ തീരുമാനിച്ചു അവിടെ ഒരു ആശ്രമം, ഹരിപ്പാട്ടുകാർ തീരുമാനിച്ചു, ഇത്തവണ നമ്മുടെ ലക്ഷ്യം ഒരാശ്രമത്തിന് തറക്കല്ലിടും. അങ്ങനെ ആശ്രമം നിർമ്മിക്കാനുള്ള തീരുമാനമെടുത്തു. അപ്പോൾ തിരുവല്ലയിൽ പോയ ചെറുപ്പക്കാരുണ്ട്, തിരുവല്ലയിൽ മതിൽഭാഗത്തൊക്കെ അടുത്തുള്ളവരാണ് എല്ലാവരും. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തിരുവല്ലയിൽ ഒരാശ്രമം. അങ്ങനെ നേരെ ചെന്ന് തിരുവനന്തപുരത്ത് ചെന്ന് നിർമ്മലാനന്ദ സ്വാമിയോട് പറഞ്ഞു, ഹരിപ്പാട്ട് വരുമ്പോൾ തിരുവല്ലയിലും വരണം, അവിടെയും ആശ്രമത്തിന് തറക്കല്ലിടണം. ഇത് പറഞ്ഞിട്ട് ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാണ് ഇവർ ആലോചിക്കുന്നത് എവിടെ തറക്കല്ലിടുന്നു. കാര്യം ഇവർക്ക് സ്വന്തമായി സ്ഥലമില്ല, എവിടെ കൊണ്ട് തറക്കല്ലിടണം എന്ന് ആലോചിച്ചപ്പോൾ അന്നത്തെ പാലിയക്കര കൊട്ടാരത്തിലെ അവിടുത്തെ തമ്പുരാനോട് എന്ന് പറഞ്ഞ് അദ്ദേഹം കുറച്ച് സ്ഥലം കൊടുത്തു. ഏതായാലും ഹരിപ്പാട് ആശ്രമത്തോടൊപ്പം തന്നെ തിരുവല്ലയിലെ ആശ്രമം 1912 തറക്കല്ലിട്ടു. 13 ആശ്രമം പൂർണ്ണമായി. ഇന്ന് 2026 പിന്നീട് 1926 ഇന്ന് കാണുന്ന തുകലശ്ശേരി ആശ്രമത്തിലേക്ക് മാറുന്നത്. ആദ്യം തറക്കല്ലിട്ടത് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഗോവിന്ദകുളങ്ങര അമ്പലത്തിൻ്റെ അടുത്ത് മതിൽ ഭാഗത്തുള്ളതാണ്. പിന്നീട് 26 നമ്മൾ ഇന്ന് കാണുന്ന തുകലശ്ശേരിയിലെ ആശ്രമത്തിലേക്ക് മാറ്റം വരുന്നത്. ഇന്ന് ആശ്രമം ഇത്
നോക്കുക. അപ്പൊ ഇതെല്ലാം ഇത്രയധികം നമ്മുടെ കൺമുന്നിലാണ് ഉയർന്നുയർന്നു വരുന്നത്. ഇവരാരെങ്കിലും പണം ഉണ്ടാക്കാൻ ജോലി ചെയ്തതാണ്. വരുന്ന വിഷയം അതാണ്. രാമകൃഷ്ണദേവനോട് അന്ന് ആ ശിഷ്യൻ ചോദിച്ചത് പണം ഉണ്ടാക്കുന്ന കർമ്മം ചെയ്യാമോ എന്ന്. ഇവരാരെങ്കിലും പണം ഉണ്ടാക്കാൻ എപ്പോഴെങ്കിലും കർമ്മം ചെയ്തതായിട്ട് തോന്നുന്നു? പിന്നെ എങ്ങനെയാണ് ഇത് സാധ്യമാണ്? അതിലേക്കാണ് ശ്രീരാമകൃഷ്ണദേവൻ അടുത്തു പോകുന്നത്. അപ്പോൾ സംശയമാണ്, പണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ സാധിക്കും? അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അടുത്ത പോയിന്റിലേക്ക് കിടക്കുകയാണ്. കർമ്മയോഗത്തിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത്, ഞാനതിങ്ങനെ പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. കർമ്മയോഗത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു ധാരണ, സമൂഹത്തിന് നന്മ ചെയ്യലാണ് കർമ്മം എന്ന് നമ്മളൊരു തെറ്റിദ്ധാരണയുണ്ട്. നന്മമരം എന്നാണ് നമ്മൾ ഈ പുതിയ കാലത്ത് പറയുന്നൊരു വാക്ക്. പല നന്മമരങ്ങളും അവസാനം ഏതവസ്ഥയിൽ ചെന്ന് അവസാനിച്ചു എന്നുള്ള കഥയും ഒക്കെ വാർത്തകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മൾ നന്മ ചെയ്യാനായിട്ടാണ് പല ശ്രമങ്ങളും നടത്തുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ ചോദിച്ചു, നന്മ ചെയ്യാൻ നീ ആരാണ്? ഈ നന്മ ചെയ്യാൻ നിനക്കെന്താ ധൈര്യം? നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? നീ ഒരാളെ സഹായിക്കാൻ തീരുമാനിക്കുന്നു, നീ കുറെ പേർക്ക് ദാനം ചെയ്യാൻ ശ്രമിക്കുന്നു, നീ കുറെ പേരെ സാമ്പത്തികമായി സഹായിക്കാൻ ശ്രമിക്കുന്നു, അതിനുവേണ്ടി നീ മുന്നിട്ടിറങ്ങുന്നു. ഇതൊക്കെ ചെയ്യാൻ നീ ആരാണ്? നീ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാത്തിടത്തോളം കാലം നിനക്കത് ചെയ്യാനേ പറ്റില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പറഞ്ഞുതരാം. പണം ഉണ്ടാക്കുന്നതാണ് ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യത്തിൽ എത്രത്തോളം പണം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കരുതുന്നതെങ്കിൽ അത് നമ്മെ ബോധ്യപ്പെടുത്താൻ ഈശ്വരൻ ഇടയ്ക്കിടയ്ക്ക് ചില ഉദാഹരണങ്ങൾ കാണിച്ചു തരും. ഈ അടുത്ത കാലത്ത് കാണിച്ചെന്ന ഏറ്റവും വലിയ ഉദാഹരണം, നല്ല ഉദാഹരണം എന്തായിരിക്കും? കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ റോയ്. ഒരു മനുഷ്യന്റെ ആയുസ്സിൽ ഉണ്ടാക്കാവുന്നതിൽ എത്രയോ 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 ഇരട്ടി സമ്പത്തിന്റെ അത്യുന്നതമായ അവസ്ഥ, അത്രയും സമ്പന്നമായ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് റോയ് ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്യും, സ്വയം വെടിവെച്ച്. അങ്ങനെ സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഇത്രയും പാടുപെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എപ്പോഴേ ചെയ്യാമായിരുന്നു. ഒരാളൊരു കടപ്പുറത്ത് കാറ്റ് കൊള്ളാനിരിക്കുകയായി. എല്ലാവർക്കും അറിയാവുന്ന കഥയാന്ന് തോന്നുന്നു, എന്നാലും അറിയാത്തവർ ഇവിടെ അറിഞ്ഞോട്ടെ. കാറ്റ് കൊള്ളാനിരുന്നപ്പം വേറൊരാൾ അവിടെ വന്നിട്ട് ഇരിക്കുന്നു. നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നു? ഞാൻ വെറുതെ കാറ്റ് കൊള്ളായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്തു, എന്തെങ്കിലും അധ്വാനിച്ചു? ഇങ്ങനെ ദിവസം വന്നിരുന്ന് കാറ്റ് കൊണ്ടിരിക്കേണ്ട കാര്യം ഞാൻ എന്ത് ചെയ്യാനാണ്? അല്ല, എന്തെങ്കിലും അധ്വാനിക്കാം. അങ്ങനെ അധ്വാനിച്ചാൽ എന്താ ഗുണം? അല്ല, അധ്വാനിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ശ്രമം കൊണ്ട് പലതും ഇവിടെ കെട്ടിപ്പടുക്കാൻ പറ്റും. അത് ചെയ്യാം, ഇത് ചെയ്യാം. അങ്ങനെ കെട്ടിപ്പടുത്താലും പറ്റും. അങ്ങനെ കെട്ടിപ്പടുത്താൽ നിങ്ങളുടെ കുടുംബത്തിന് അതിൻ്റെതായ ഗുണം കിട്ടും, കുടുംബത്തിന് മക്കൾക്ക് അതിൻ്റെ വേണ്ട ഉപകാരം കിട്ടും, നാട്ടുകാർക്ക് അതിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ പിന്നെ എനിക്കെന്ത് കിട്ടും? അല്ല, അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല സമ്പത്തായി ഇഷ്ടംപോലെ ജീവിക്കാം. അത് പിന്നെന്ത് ചെയ്യാൻ പറ്റും? അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് വിശ്രമിക്കാമല്ലോ. അതല്ലേ ഞാനിപ്പോൾ ചെയ്യുന്നത്. അതല്ലേ. ഈ വിശ്രമിക്കുന്നതിന് ഞാൻ ഈ പണിയെല്ലാം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് അയാൾ തിരിച്ചു ചോദിച്ച പോലെയാണ്. അന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ സമ്പന്നതയാണ് പ്രധാന ലക്ഷ്യമെങ്കിൽ ആ സമ്പന്നതയുടെ അത്യുന്നതങ്ങളിലേക്ക് നമ്മൾ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് പണിഞ്ഞിട്ട് അവസാനം മുറിയടച്ചൊരു റിവോൾവർ എടുത്ത് വെടിവെക്കാനോ റിവോൾവർ വാങ്ങാനുള്ള അധികാരമാണോ സമ്പത്ത്? ഞാൻ വിചാരിച്ചാലും റിവോൾവർ മേടിക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ ലൈസൻസ് എനിക്ക് കിട്ടില്ല. അപ്പോൾ റിവോൾവർ മേടിക്കാനുള്ള ഒരു ലൈസൻസ് കിട്ടുക എന്നുള്ളതാണ് സമ്പത്തിൻ്റെ പ്രധാന ലക്ഷ്യമെങ്കിൽ അത് റോയ് നേടി, എന്നിട്ട് അത് ഉപയോഗിച്ചു. അപ്പോൾ അയാൾ സാർത്ഥകം, അയാളുടെ ജീവിതം സാർത്ഥകം. സത്യത്തിൽ അതാണോ ജീവിതം? അതുകൊണ്ടാണ് ഇവിടെ ഭഗവാനോട്, ശ്രീരാമകൃഷ്ണദേവനോട് ഒരു ഭക്തൻ ചോദിച്ചത്, പണം ഉണ്ടാക്കുന്നതാണോ ലക്ഷ്യം? വളരെ മുമ്പുണ്ടായിരുന്ന ഒരു അനുഭവങ്ങൾ പറഞ്ഞു. തിഹാർ ജയിലിൽ ഒരു തടവ് പുള്ളി കിടക്കുകയായിരുന്നു. ആ തടവ് പുള്ളിക്ക് പെട്ടെന്ന് വായുവിൻ്റെ അസുഖം വന്നു. ഒരു ജലൂസിലിൻ കഴിച്ചാൽ മാറുമായിരുന്നു. 50 പൈസ കൊടുത്താൽ ഒരു ജലൂസിലിൻ കിട്ടും. ഈ തടവ് പുള്ളി വെളിയിലിരിക്കുന്ന ചൗക്കിദാരോട് പറഞ്ഞു, ഒരു ജലൂസിലിൻ തരാമോ? ഇവിടെ അതിനുള്ള പ്രൊവിഷനില്ല, രാത്രിയിലാണ്, അതിനുള്ള പ്രൊവിഷനില്ല, എനിക്കത് കൊണ്ടുതരാൻ പറ്റില്ല. ആ ജലൂസിലിൻ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ തടവ് പുള്ളി രക്ഷപ്പെടുമായി എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ആ തടവ് പുള്ളി ആ രാത്രി മരിച്ചു. ആ തടവ് പുള്ളിയുടെ പേരറിയാം, ബ്രിട്ടാനിയ കമ്പനിയുടെ ഉടമസ്ഥനായ രാജൻ പിള്ള.
എന്താ പ്രയോജനം ഉണ്ടായത്? ഒരു 50 പൈസയുടെ ജലൂസിലിൻ മേടിക്കാൻ ശേഷിയില്ലാത്ത അവസ്ഥയിലേക്ക് അയാളുടെ സമ്പന്ന സാമ്രാജ്യം വളർന്നെങ്കിൽ അതെങ്ങനെ ഒരു വളർച്ചയാണ്? ഇവിടെയാണ് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത് പണം ഉണ്ടാക്കലല്ല ലക്ഷ്യം. ശ്രീരാമകൃഷ്ണൻ അതിനുള്ള ഉത്തരം കൊടുക്കുന്നുണ്ട്. പണം ഉണ്ടാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ശ്രീരാമകൃഷ്ണൻ എല്ലാത്തിനും ഉത്തരം നൽകുന്നത് വളരെ കൃത്യമായ ഉത്തരം. പണം ഉണ്ടാക്കുന്നതല്ല ലക്ഷ്യം. പക്ഷെ പണം ഉണ്ടാക്കണ്ട എന്ന് ഞാൻ പറയില്ല. ആവശ്യത്തിനുള്ള പണമേ ഉണ്ടാക്കാം. നമ്മൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പര്യാപ്തമായ അളവിനകത്തായിരിക്കണം പണം. നമുക്ക് പര്യാപ്തമല്ലാത്ത തരത്തിൽ പണമാകരുത്. അതായത് സാധാരണഗതിയിൽ ലെസ് ലഗേജ് മോർ കംഫർട്ടബിൾ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം തന്നെയാണ്. വലിയ ലഗേജ് ഉണ്ടായാൽ ഈ ജീവിതഭാരം വലുതായിരിക്കും. നമുക്ക് ഒരുപാട് ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിലായിരിക്കും മക്കൾക്ക് വീതിച്ചു കൊടുക്കാനുള്ള തന്ത്രപ്പാട്. അത് മൂത്താൾ ചോദിക്കും എനിക്ക് ഇന്നത് വേണം, മോള് പറയും എനിക്ക് ഇന്നത് വേണം. ഏറ്റവും വലിയ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു സ്വത്തവകാശ തർക്കത്തിൻ്റെ ഉടമയാണ് മേരി റോയ്, അരുന്ധതി റോയുടെ അമ്മ. അപ്പം ആലോചിച്ച് നോക്കുക. അപ്പം ആ അമ്മയ്ക്ക് ആ മക്കൾ രണ്ടുപേരും ഏത് വഴി കൂടെ പോയെന്നറിയില്ല. ആ അമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കളിൽ നിന്ന് അകന്നു പോവുകയാണ്. അത് പല പ്രശ്നങ്ങൾ അതിനകത്തുണ്ടാകാം. പക്ഷെ നമ്മളത് അതിൻ്റെ സാങ്കേതികത്തിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് താങ്ങാനാകുന്നതിനേക്കാളും പണം, നമുക്ക് ആവശ്യമുള്ളതിലേറെ പണം ഉണ്ടെങ്കിൽ നമ്മൾ ഈ ജീവിതം ഒരിക്കലും ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വഴിയിലേക്ക് പോകാൻ, അതുകൊണ്ടാണ് നമ്മളെല്ലാം ഇപ്പോഴും വഴിയിൽ നിൽക്കുന്നത്. സ്വാമി അവിടെ എത്തിയത്. നമ്മളൊക്കെ ഇപ്പോഴും ആ വഴിയിൽ കിടക്കുകയാണ്. കാര്യം നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, നമ്മുടെ വാഹനം മുന്നോട്ട് നീങ്ങുന്നില്ല. ഒരു രസകരമായ കാര്യം പ്രകൃതിയിൽ ദർശിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു കാക്ക കൂട് കെട്ടിയാൽ, അല്ലെങ്കിൽ ലോകത്ത് ഏതൊരു ജീവജാലം ഒരു പ്രകൃതിയിൽ ഒരു കൂട് കെട്ടിയാൽ, ആ കൂട് അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം പഴയ പോലെ തന്നെ ആവും, സംശയമില്ല. ഒരു കാക്കയോ പക്ഷികളോ ഇനി മൃഗങ്ങളോ ഏതായിക്കോട്ടെ, ഒരു കൂട് കെട്ടിയാൽ അതിൻ്റെ ആവശ്യം കഴിയുന്നതോടുകൂടി ആ കൂട് അത് ഉപേക്ഷിക്കും. അല്ലാതെ അത് അതിൻ്റെ സന്തതി പരമ്പരകൾക്ക് വേണ്ടി ആ കൂട് സംരക്ഷിക്കാറൊന്നുമില്ല. ആ കൂട് അങ്ങ് ഉപേക്ഷിക്കും. ആ കൂട് ഉപേക്ഷിക്കുന്ന മാത്രയിൽ തന്നെ ആ പ്രകൃതിയുടെ ആ ഭാഗം എങ്ങനെയായിരുന്നോ കൂട് വെക്കുന്നതിന് മുൻപ് അതേപോലെ ആയിരിക്കും പിന്നീട്. ആ പ്രകൃതിക്ക് ഒരു നാശം ഉണ്ടാകുന്നില്ല. അതേസമയം മനുഷ്യൻ വീട് വെച്ചാലും പിന്നെ അവിടെ ഉപയോഗിക്കാൻ കൊള്ളാതെ, മനുഷ്യൻ കെട്ടിപ്പൊക്കുന്ന പാർപ്പിട സമുച്ചയങ്ങൾ ഒരു പ്രയോജനവുമില്ലാതെ പ്രകൃതിയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണ്? നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ളതുകൊണ്ടാണ്. ആവശ്യത്തിൽ കൂടുതലുള്ള ഏരിയ നമ്മൾ നമ്മുടേതാണെന്ന് പറഞ്ഞ് കെട്ടിപ്പടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് നമ്മളുടെ ആവശ്യമുള്ളത് മാത്രം നമ്മൾ കയ്യിൽ കരുതുകയാണെങ്കിൽ യാത്ര വളരെ എളുപ്പമായി. അതുകൊണ്ടാണ് സ്വാമിജി എത്തിയിട്ടും നമുക്ക് എത്താൻ പറ്റാത്തത്. അല്ലാതെ സ്വാമിജിയും തമ്മിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഒരേ ജീവനും ഒരേ രക്തവും ഒരേ മാംസവും ഒരേ ചിന്തയും ഒരേ ഭക്ഷണവുമാണ് നമ്മളെല്ലാം കഴിക്കുന്നത്. പക്ഷെ സ്വാമിജി പിന്നെ വസ്ത്രം കാവി ഉടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്വാമിജിക്ക് ഒരു വസ്ത്രം മതി. അതാണ് ആ ഭാരത്തിൻ്റെ കുറവ്. നമുക്ക് ഇന്ന് കല്യാണത്തിനെടുത്ത സാരി അടുത്ത കല്യാണത്തിന് ഉടുക്കാൻ പറ്റില്ല. കാര്യം ചോദ്യം ഉണ്ടാകും, നിനക്ക് വേറെ ഒന്നും ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇട്ട ഷർട്ട്, അതുപോലുള്ള ഓരോ വസ്ത്രങ്ങൾ, നമ്മുടെ കാറ്. അപ്പം നമ്മൾ ഈ കിടക്കുന്ന കാറിൽ ഏറ്റവും വില കുറഞ്ഞ കാർ ഉള്ള ആൾ വിചാരിക്കും അത് പോരാ, എനിക്ക് അടുത്ത കാറിലേക്ക് മാറിയേ പറ്റൂ. സഞ്ചരിക്കുന്നതൊക്കെ ഒരുപോലെ സുഖസൗകര്യങ്ങളുടെ വ്യത്യാസം കാണാം. പക്ഷേ മാനസികമായ സുഖസൗകര്യങ്ങളാണോ ലക്ഷ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടെ. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്. പണം ഉണ്ടാക്കുന്നതല്ല ലക്ഷ്യം, മറിച്ച് പണം എന്ത് അളവിൽ വേണം എന്ന് പറയുന്നിടത്താണ് ഇവിടെ ആ ഭാഗത്ത് പറയുന്നത്. ഇനി അടുത്ത ഭാഗം പറയുന്നുണ്ട്, കർമ്മത്തിൻ്റെയൊക്കെ കിടക്കുന്ന അടുത്ത. കർമ്മം ധനം ഉണ്ടാക്കലോ അല്ല, അല്ലെങ്കിൽ സമ്പത്ത് സൃഷ്ടിക്കുന്നതല്ല കർമ്മം എന്ന് പറഞ്ഞു വരികയാണ് ഇവിടെ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വഴി. അടുത്ത് പറയുന്നത് കർമ്മം ചെയ്യാനാണ് ഭൂമിയിൽ നമ്മൾ വന്നത്. ഞാൻ അതിനെക്കുറിച്ചാണ് വന്നത്. കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഭൂമിയിൽ വന്നത്. എങ്ങനെയാണ് കർമ്മം ചെയ്യാൻ ഭൂമിയിൽ വന്നത് എന്ന് നമ്മൾ ഭഗവാൻ ഒരു നല്ല ഉദാഹരണം പറഞ്ഞു കൊടുത്തു. ഗ്രാമത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ പട്ടണത്തിൽ ജോലിക്ക് പോകുന്ന പോലെ.
ഇവിടെ എറണാകുളത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഇവിടുന്ന് വേണാടിൽ കയറി അല്ലെങ്കിൽ രാവിലത്തെ ട്രെയിനിൽ കയറി നമ്മൾ സ്ഥിരമായി പോകുന്ന ഒരുപാട് പേരാണ്. അപ്പോൾ ജോലി ചെയ്യാൻ നമ്മൾ ഈ തിരുവല്ലയിൽ നിന്ന് എറണാകുളത്തോ തിരുവനന്തപുരത്തോ ജോലി ചെയ്യാൻ പോകും. അപ്പം ജോലി ചെയ്യാൻ തിരുവനന്തപുരത്ത് പോകുന്നത് കൊണ്ട് അല്ലെങ്കിൽ എറണാകുളത്ത് പോകുന്നത് കൊണ്ട് നമ്മൾ അവിടെ സ്ഥിരമായി തങ്ങണം എന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ല. സാധാരണഗതിയിൽ കൂടുതൽ പേര് ആഗ്രഹിക്കുന്ന അന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തണം എന്നാണ്. അത്രയും തത്രപ്പാട് കഴിച്ചാണ് ഈ ട്രെയിനിൽ തിരിച്ച് വൈകിട്ടത്തെ ട്രെയിനിൽ തിരിച്ച് വീട്ടിലെത്തുന്നത്. പല സ്ത്രീകളെയും നമ്മൾ കണ്ടിട്ടുണ്ട് ട്രെയിനിൽ ഇരുന്ന് തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞ് പാക്കറ്റാക്കി റെഡിയാക്കി വീടെത്തുന്ന പോയി. കാര്യം ഈ വേണാടൊക്കെ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ മണി 11 ആവും. അപ്പോൾ 11 മണിയാകുമ്പോഴേക്കും ഈ ട്രെയിനിലിരുന്ന് തന്നെ അടുത്ത ദിവസത്തേക്കുള്ള അടുക്കളയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകൾ ഒക്കെ അരിഞ്ഞു വെക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഞങ്ങളൊക്കെ സ്ഥിരം കാണാറുണ്ട്. കാരണം ഇവരുടെ ജീവിതം തന്നെ ഒരു യാത്രയാണ്. പക്ഷെ ഇവർക്ക് ഒരിക്കലും ആ മടുപ്പില്ല. കാര്യം ഇവർ എവിടെയാണോ പട്ടണത്തിൽ ജോലി ചെയ്യുന്നത് ആ പട്ടണത്തിൽ ജോലി ചെയ്യുന്ന പട്ടണം അവരുടെ സ്വന്തമല്ലെന്ന് അവർക്കറിയാം. അവിടെ തങ്ങാനുള്ളതല്ല എന്നറിയാം. തിരിച്ച് സ്വധാമത്തിലേക്ക് സ്വന്തം സ്ഥലത്തേക്ക് തിരിച്ചു വരേണ്ടവരാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരുടെ ജീവിതക്രമങ്ങളെ അവർ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മളെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ വന്നതിന് ഇത്രയും കുറച്ചു കാലം ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി വന്നവരാണ്. ഈ ജോലി കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അടുത്ത ട്രെയിൻ പിടിച്ച് നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഇവിടെ നമ്മൾ ആവശ്യമില്ലാതെ സ്വരുക്കൂട്ടി വെക്കേണ്ട ഒരു സമ്പാദ്യവും ഇവിടെ ഇല്ല. ഇതൊന്നും നമുക്ക് തിരിച്ച് എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് തിരുവല്ലയിൽ നിന്ന് പോകുമ്പോൾ അവിടെ ചെല്ലുന്നതോടെ ആദ്യത്തെ ലക്ഷ്യം ഇവിടെ കുറേ സ്ഥലം മേടിക്കാം, കുറേ പണം സമ്പാദിക്കാം എന്നുള്ളതല്ല. അയാളുടെ ജീവസന്ധാരണത്തിനുള്ള ആ തൊഴിൽ അവിടെ ചെയ്ത് ആ സമ്പാദ്യം കൊണ്ടുവന്ന് നാട്ടിൽ കുടുംബത്തിന് ഉപയോഗിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ആയിക്കോളൂ. അപ്പം നമ്മൾ വരുന്നത് ഒരു ജോലി ചെയ്യുക എന്നുള്ള കർമ്മം ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ കർമ്മം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. ഭൂമിയിലേക്ക് നമ്മൾ വരുന്ന ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ കർമ്മം എത്രയും വേഗം ചെയ്യുക, തിരിച്ചു പോകുക. സ്വാമിജി വളരെ പെട്ടെന്ന് തീർത്തു. അതുകൊണ്ടാണ് സ്വാമി വളരെ സന്തോഷവാനായിട്ട് ഇവിടെ ഇരിക്കുന്നത്. സ്വാമിയുടെ മുഖത്ത് നോക്കിയാൽ യാതൊരു പിരിമുറക്കവുമില്ല. പക്ഷെ നമ്മുടെ എല്ലാം മുഖത്ത് ഇപ്പോൾ വളരെ ഒരു മൈന്യൂട്ടായിട്ട് ഒരു ഫോട്ടോഗ്രാഫി എടുക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ മുഖം വളരെ പിരിമുറുക്കത്തിലായി. നമ്മുടെ കണ്ണുകളും മുഖമൊക്കെ പിരിമുറുക്കത്തിലായി. കാര്യം നമ്മളെ പിരിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ നമുക്ക് ചുറ്റും. സ്വാമിയെ സംബന്ധിച്ച് അതില്ല. സ്വാമി ആ സ്വധാമത്തിലേക്ക് എത്രയും പെട്ടെന്ന് സജീവനായി തന്നെ എത്തി. അപ്പൊ നമ്മളെ ലക്ഷ്യം ഇത് തന്നെയാണ്. സ്വാമി എവിടെയാണോ ഇരിക്കുന്നത് ഈ സ്ഥാനത്തേക്ക് എത്തുക തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ഭാഗത്തേക്ക് എത്താൻ വൈകിക്കൊണ്ടേയിരിക്കുന്നു, എത്തുന്നില്ല. അതിനു മുമ്പേ നമ്മൾ വീണുപോകും. ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. മെൻ്റൽ സ്ട്രെയിൻ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പ്രായമായ 60 കഴിഞ്ഞ് 70 കഴിയുമ്പോഴേക്കും ഇന്നുള്ള ഭൂരിപക്ഷം പേരുടെയും പ്രശ്നം ഈ മെൻ്റൽ സ്ട്രെയിനാണ്. ഇൻസെക്യൂരിറ്റി തോന്നിത്തുടങ്ങി. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നത് നമ്മുടെ ആ കർമ്മം ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് അല്ലാതെ പോകുന്നത് കൊണ്ടാണ്. വീണ്ടും വീണ്ടും നമ്മൾ ലൗകികമായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താനുള്ള ആ വാഹനം മൂവ് ചെയ്യാത്തത്. സ്വാമി വളരെ പെട്ടെന്ന് മൂവ് ചെയ്യിച്ചു. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം സ്വാമിയുടെ ജീവിതകാലത്ത് ഏകദേശം 10-20 കൊല്ലം വേണ്ടി വന്നില്ല. അതിനും സ്വാമി അവിടെ എത്തി. ജനിച്ച് 20 കൊല്ലം പോലും വേണ്ടി വന്നില്ല, ഇല്ലേ? 20 കൊല്ലം വേണ്ടി വന്നു. സുപ്രഭാൻ സ്വാമി എന്നുള്ള സ്വാമി അറിയാം. സ്വാമിക്ക് ആകെ കൂടെ 7 കൊല്ലമേ വേണ്ടി വന്നു. 7ാമത്തെ വയസ്സിൽ അവിടെ എത്തി. അന്ന് നമ്മൾ 7ാമത്തെ വയസ്സിൽ ഏതവസ്ഥയിലായിരുന്നു എന്നാലും 7ാമത്തെ വയസ്സിൽ ഈശ്വര സാക്ഷാത്കാരത്തിലെത്തി. ശങ്കരൻ പുറകോട്ട് പോയ ചരിത്രം ഒരുപാട് പേരെ നമ്മൾ കാണിച്ചു. ശങ്കരൻ 12ാമത്തെ വയസ്സിൽ യേശുക്രിസ്തു. ഇവരൊക്കെ 12-15 ഈ ശ്രീരാമകൃഷ്ണ ഭഗവാനോടൊപ്പം വന്ന 16 പേരും 17 വയസ്സിന് മുമ്പ് എത്തിയവരാണ്. അവർ SSLC അന്നത്തെ കണക്കിൽ, ഇന്നത്തെ കണക്കിൽ SSLC 10ാം ക്ലാസ് പോലും പാസ്സാകുന്നതിന് മുമ്പ് വിദ്യാസാഗരന്റെ സ്കൂളിൽ നിന്നാണ് ഇവരെല്ലാം അവിടെ എത്തിയത്. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതോടുകൂടി തന്നെ ഇവർ ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അവരെ അവിടെ എത്തിക്കുന്നതിന് പ്രേരിതമായ നല്ലൊരു പങ്ക് വഹിച്ച ആളാണ് പിന്നീട് ഈ പുസ്തകം എഴുതുന്നത് മഹേന്ദ്രനാഥ ഗുപ്ത. അദ്ദേഹം ആ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററുമായിരുന്നു, അധ്യാപകനായിരുന്നു. അപ്പം അദ്ദേഹത്തിന് പരിചയമുള്ള കുട്ടികളെ അദ്ദേഹം പരിചയപ്പെടുത്തുകയും ഈ വിഷയങ്ങൾ പരിചയപ്പെടുത്തുകയും അവർ വളരെ പെട്ടെന്ന് തന്നെ
10ാം ക്ലാസ് എത്തുന്നതിന് മുമ്പ് തന്നെ അവരൊക്കെ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വഴിയിലെത്തി. നമ്മളൊക്കെ വളരെ വൈകി. പക്ഷെ വൈകി എന്നുള്ള അർത്ഥമില്ല ഇതിനകത്ത്. നമ്മുടെ മുമ്പിൽ ഇനിയും പെട്ടെന്ന് സമയങ്ങളുണ്ട്. ഈശ്വരൻ്റെ അടുത്തെത്താൻ ഞൊടിയിട മതി എന്നുള്ളതാണ് ഇതിനകത്തെ സത്യം. അത് സോക്രട്ടീസിൻ്റെ ഒരു കഥയുണ്ട്. നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കണം എന്നുള്ളതാണ്. സോക്രട്ടീസിനെ വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് വിധിക്കുകയാണ് ഭരണകൂടം. അപ്പം നാളെ രാവിലെ 5 മണിക്ക് വിഷം കൊടുത്ത് കൊല്ലാൻ തീരുമാനമെടുക്കും. വിധി നടപ്പാക്കേണ്ട സമയം നാളെ രാവിലെ 5 മണി. സോക്രട്ടീസ് തലേ ദിവസം രാത്രി എല്ലാ തൂക്കിലേറ്റപ്പെടുന്ന അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എല്ലാ പ്രതികളോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തലേന്ന് രാത്രി: ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ട്? അതൊരു സാധാരണ ചോദ്യം മാത്രം. എല്ലാവരോടും ചോദ്യം: നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ബാക്കിയുണ്ടോ? ഇതൊരു ചോദ്യം എല്ലാ തൂക്കിലേറ്റപ്പെടുന്ന അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട എല്ലാവരോടും ഇത് ചോദ്യം. സോക്രട്ടീസിനോടും ഈ ചോദ്യം ഭരണാധികാരികൾ വന്ന് ചോദിച്ചു: നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കിയുണ്ട്? സാധാരണ നമ്മുടെയൊക്കെ ജയിലിൽ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞ് അങ്ങ് തീരുകയാണ് ചെയ്യുന്നത്. നല്ലൊരു ഭക്ഷണത്തെക്കുറിച്ച്, പൊറോട്ട ഇറച്ചി മതി എന്നൊക്കെ പറയും. സാധാരണ ആരും അത് കഴിക്കാറില്ല. കാര്യം നാളെ തൂക്കിലേറ്റാൻ പോകുമ്പോൾ എന്ത് ആഹാരം കഴിക്കാനാണ്? സോക്രട്ടീസ് പറഞ്ഞു അതല്ല. തലേ ദിവസം ഞാനൊരു ശബ്ദം കേട്ടു, ഒരു വാദ്യോപകരണത്തിൻ്റെ ശബ്ദം കേട്ടു. ആ വാദ്യോപകരണം എനിക്കൊന്ന് പഠിച്ചാൽ കൊള്ളാം. നോക്കണം, നാളെ രാവിലെ വിഷം കൊഴിച്ച് കൊല്ലാനുള്ള ആളോട് തലേന്ന് രാത്രിയാണ് ചോദ്യം. ഈ തലേന്ന് രാത്രിയാണ് സോക്രട്ടീസ് പറയുന്നത് എനിക്ക് ആ വാദ്യോപകരണം ഒന്ന് പഠിച്ചാൽ കൊള്ളാം. അത് സാരംഗി എന്ന് പറയുന്നൊരു വാദ്യോപകരണമായിരുന്നു. സാരംഗി ഇങ്ങനെ വളഞ്ഞ് ഇരുന്നിട്ട് അതിൽ ഒരുപാട് സ്ട്രിങ്സ് ഉള്ള അത് പാടുന്ന ഒരു വളരെ മനോഹരമായൊരു വെസ്റ്റേൺ വാദ്യോപകരണമാണ് സാരംഗി. ഈ സാരംഗി പഠിച്ചാൽ കൊള്ളാം. അന്ന് രാത്രി തന്നെ സാരംഗി പഠിക്കാനുള്ള അധ്യാപകനെ ജയിലിൽ കൊണ്ടുവരികയാണ്. സോക്രട്ടീസ് സാരംഗി പഠിക്കാനിരിക്കുകയാണ്. ആലോചിച്ച് നോക്കുക ഒരാളുടെ മാനസികാവസ്ഥ. അടുത്ത ദിവസം രാവിലെ വിഷം കഴിച്ച് മരിക്കാനുള്ള ആള് തലേന്ന് രാത്രി ആ സാരംഗി പഠിക്കാനായിട്ടൊരു വിദ്യാർത്ഥിയെ പോലെ ഇരിക്കുക. അത്രയും സമയം മതി. സാരംഗി പഠിച്ചോ ഇല്ല എന്നുള്ളതല്ല, അത് കഥയിൽ ചോദ്യമില്ല. പക്ഷെ അത്രയും സമയം മതി. ഈശ്വര സാക്ഷാത്കാരത്തിന് ഇത്ര പോലും സമയം വേണ്ട. ഒരു നിമിഷം മതി. ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഒരു കടലിൽ ഉയർന്നു വരുന്ന ഒരു കുമിള പോലെ എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. കടലിൽ തിരയടിക്കുമ്പോൾ ഉയർന്നു വരുന്ന ഒരു കുമിളയുടെ ജീവിത സമയം മാത്രം മതി ഈശ്വര സാക്ഷാത്കാരം. അത്രയും സമയം മതി. പക്ഷെ അത്രയും സമയത്തേക്കെങ്കിലും നമ്മുടെ മനസ്സ്, നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ, നമ്മുടെ ആ ശ്രദ്ധയും ചിന്തയും നമ്മുടെ മനസ്സും ആ ഫോക്കസ് പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരു സൂര്യപ്രകാശം കൊണ്ട് എങ്ങനെ കടലാസ് കത്തിക്കാൻ പറ്റുമോ, ആ ഒരു ഫോക്കൽ പോയിന്റിൽ എങ്ങനെ ഒരു കടലാസ് കത്തിപ്പോകുമോ, അത്രയും സമയം മതി ഈശ്വര ദർശനത്തിന്. സാക്ഷാത്കാരം എന്ന് മാത്രമല്ല, ദർശനത്തിന് എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഞാൻ സമയം അതിക്രമിച്ചില്ല, എന്നെ ഇങ്ങനെ പിടിച്ചാൽ കാര്യം. ഇതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അത് എവിടെ വേണേ അവസാനിപ്പിക്കാം. ഇതിന് തുടക്കവും അവസാനമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഈശ്വര സാക്ഷാത്കാരത്തിൽ. അപ്പം അടുത്ത ചോദ്യം വന്നത്, അങ്ങനെയാണെങ്കിൽ ഈ കർമ്മം അങ്ങ് ഉപേക്ഷിക്കുന്നതാണോ പറയുന്നത്? അപ്പം ഇത്രയും നേരം പറഞ്ഞത് കർമ്മം ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഇത്രയും കേട്ടുകൊണ്ടിരുന്ന ആൾ ചോദിച്ചു, എന്നാൽ പിന്നെ ഈശ്വര സാക്ഷാത്കാരത്തിന് ഒരു സെക്കൻഡ് മതിയെങ്കിൽ പിന്നെ ഈ ജോലിയൊക്കെ അവസാനിപ്പിച്ച് ഈശ്വര സാക്ഷാത്കാരം തീരുമാനമെടുത്താൽ മതിയോ എന്നാണ് ചോദിച്ചത്. അപ്പോ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, തീർച്ചയായിട്ടും കർമ്മം ഉപേക്ഷിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചെയ്യുന്ന കർമ്മം ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള കർമ്മമാണെന്ന് നിങ്ങൾ അങ്ങ് ധരിച്ചാൽ മതി. ഞാൻ ഇവിടെ വന്നത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി, ഞാൻ നിങ്ങളെ കണ്ടത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി, എനിക്ക് നിങ്ങളിവിടെ അവസരം തന്നത് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എൻ്റെ യാത്രയെ ഒന്നുകൂടെ ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി, ഒന്നുകൂടെ എൻ്റെ വണ്ടിയുടെ പെട്രോൾ കുറഞ്ഞെങ്കിൽ ഒന്നുകൂടെ പെട്രോൾ അടിക്കാൻ വേണ്ടി. ആ എൻ്റെ ഇത് എന്നെ സംബന്ധിച്ച് ഞാൻ ധരിക്കേണ്ട ഒരു കാര്യം, എനിക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്തുവാൻ ഇവിടെ വന്ന ഈ പുത്തൂർ ക്ഷേത്രത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത് അതിനുപയുക്തമായ ഒരു സാഹചര്യമാണെന്ന് ഞാൻ ധരിച്ചാൽ മതി. അത്രയും ചിന്തിച്ചാൽ മതി. അങ്ങനെ ഓരോന്നും.
ഓരോന്നും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഈശ്വര സാക്ഷാത്കാരത്തിലേക്കായിരിക്കും പെട്ടെന്ന് എത്തുക. നിങ്ങൾ പോലും അറിയില്ല ഈശ്വര സാക്ഷാത്കാരത്തിൽ ഈശ്വരൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനാവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ പോയാൽ മതി. അതിനുവേണ്ടി പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നും ചെയ്യണ്ട. അത് ഈ വൈദിക കർമ്മങ്ങളെക്കുറിച്ചും താന്ത്രിക കർമ്മങ്ങളെക്കുറിച്ചും ഒക്കെ ശ്രീരാമകൃഷ്ണൻ മറ്റൊരിടത്തും വിചാരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിഭൂതിയൊക്കെ ചാർത്തി കുളിച്ച് മന്ത്രം ജപിച്ച് ആകെ ബഹളം ഉണ്ടാക്കുകയൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് വെറുതെ ഇരുന്നാൽ കിട്ടുന്നതാണ് ഈശ്വര സാക്ഷാത്കാരം. അത്രയും മതി. പക്ഷെ മനസ്സ് ഈശ്വരനിലായിരിക്കണം എന്ന് മാത്രം. ഈ പ്രകടനപരമായ ഈ മന്ത്ര വിദ്യകളൊന്നും നമുക്ക് ആവശ്യമില്ല. മനസ്സ് ഈശ്വരനിലേക്ക് എത്തുന്നതിന് ഇവിടെ ഇരിക്കുന്ന ഈ നിമിഷം നിങ്ങൾക്ക് ഉപകരിക്കപ്പെടുമെന്ന് സ്വയം വിശ്വസിച്ചാൽ മതി. ഈ ഒരു പുസ്തകം ഒരുപക്ഷെ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണാത്തവർ ഇത് കാണുമ്പോൾ അതൊരു ഈശ്വര സാക്ഷാത്കാരത്തിന്റെ വഴിയാണ്. കാരണം ഇതിനു മുമ്പ് ഞാൻ ഈ പുസ്തകം കണ്ടില്ല. ഇന്ന് ഞാൻ കണ്ടു. ആ പുസ്തകത്തിന്റെ മുകളിൽ ഒരു ആളുടെ പടം കണ്ടു. അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല മാർഗമാണെങ്കിൽ എനിക്കൊന്ന് ആ പുസ്തകം കണ്ടാൽ കൊള്ളാം എന്ന് തോന്നുമ്പോൾ ആ പുസ്തകം സ്വീകരിക്കുന്ന ഒരാൾക്ക് അത് സ്വാധിക്കാൻ പറ്റും. വാഗീശ്വരാൻ സ്വാമി എന്ന് പറഞ്ഞൊരു സന്യാസി വര്യൻ തൃശ്ശൂർ ആശ്രമത്തിലുണ്ടായിരുന്നു. വാഗീശ്വരാൻ സ്വാമി പറഞ്ഞ ഒരു കഥയാണ്, 2 കഥ പറഞ്ഞു. അതിലൊരു കഥ ഇതാണ്. ഒരാൾ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനമെടുത്ത് സ്വാമിയുടെ അടുത്ത് വരും. സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു, ഇനി മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യക്ക് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ വാഗീശ്വരാൻ സ്വാമി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, എന്നാണ് ആത്മഹത്യ ചെയ്യാൻ എപ്പോഴാണ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ അത് ഏറ്റവും അടുത്ത് ഞാനിപ്പോൾ വീട്ടിൽ ചെന്നാൽ മാനസികമായി തയ്യാറെടുത്താൽ ഉടൻ തന്നെ ആത്മഹത്യ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഞാനൊരു പുസ്തകം തരാം, ഇത് ഒരു 2 പേജ് വായിച്ചിട്ട് അങ്ങ് ആത്മഹത്യ ചെയ്തോളാം, ധൈര്യമായിട്ട് ആത്മഹത്യ ചെയ്തോ, ഞാൻ നിങ്ങളെ തടയില്ല, 2 പേജ് വായിച്ചിട്ട് അങ്ങ് ആത്മഹത്യയാണ്. അങ്ങനെ വാഗീശ്വരാൻ സ്വാമി അയാളുടെ ഈ പുസ്തകത്തിൻ്റെ 1ാം വോള്യം എടുത്തു. ഇത് 1ാം വോള്യമാണ്. ഈ 1ാം വോള്യം എടുത്തു. 1 മാസം കഴിഞ്ഞപ്പോൾ ആൾ തിരിച്ചു വന്നു. അപ്പോൾ വാഗീശ്വരാൻ സ്വാമി ചോദിച്ചു, ആത്മഹത്യ ചെയ്തു? അല്ല, ഞാൻ ഈ പുസ്തകം തിരിച്ചു തരാമെന്നതാണ്. ആത്മഹത്യ ചെയ്യാൻ പോയ ആള് പറയാം, അല്ല ഈ പുസ്തകം വായിച്ച് സ്വാമിക്ക് തിരിച്ചു തരണ്ടേ? അപ്പം ഞാൻ വായിച്ചു തിരിച്ചു വരികയാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന കാര്യം? അല്ല, അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. അയാൾ ജീവിതത്തിൽ മുന്നോട്ട് പോകും. ഇനി ഈ പുസ്തകം എഴുതിയ ആളോ മഹേന്ദ്രനാഥ ഗുപ്ത. മഹേന്ദ്രനാഥ ഗുപ്ത ഒരു ദിവസം തീരുമാനമെടുക്കുകയാണ്, ആത്മഹത്യ ചെയ്തത്. കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം അയാൾ വളരെ മാനസികമായി തകർന്ന ഒരവസ്ഥയിൽ മഹേന്ദ്രനാഥ ഗുപ്ത, അന്ന് കോളേജ് അധ്യാപകനാണ് അദ്ദേഹം, സ്കൂൾ അധ്യാപകനാണ് അദ്ദേഹം, രാത്രി ആത്മഹത്യ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ ഇയാളുടെ പോക്ക് കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നിയ ഭാര്യ നികുഞ്ചാദേവി ഇയാളോടൊപ്പം രാത്രി ഇറങ്ങിത്തിരിച്ചു. ഇയാൾക്ക് 4 മക്കളൊക്കെ ഉണ്ട് ആ സമയത്ത്. മക്കളൊക്കെ, ഇതൊരു കൂട്ടുകുടുംബമാണ്, ഒരുപാട് അംഗങ്ങളുള്ള കൂട്ടുകുടുംബമാണ്. മക്കൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഇയാൾ റോഡിലിറങ്ങി, നികുഞ്ചാദേവി ഭാര്യ കൂടെ. നല്ല മഴയുള്ള സമയമാണ്. ഇവർ നടന്ന് ഇയാൾ മുന്നേ നടക്കുന്നു, ഭാര്യ പിന്നാലെ നടക്കും. കുറെ കഴിഞ്ഞപ്പം ഇയാൾ ഭാര്യയും കൂടെ വരുന്നു എന്നുള്ളത് കൊണ്ടും രാത്രി കൽക്കട്ട നഗരത്തിൽ ആ തെരുവിലൂടെ ഇങ്ങനെ ഭാര്യയും കൊണ്ട് ഒറ്റയ്ക്ക് നടന്നു പോകുന്ന അപകടകരമാണെന്ന് തോന്നിയത് കൊണ്ട് ഇദ്ദേഹം ഒരു സൈക്കിൾ റിക്ഷ പിടിച്ചു. ആത്മഹത്യ ചെയ്യാൻ പോണ ആളുടെ അവസ്ഥ ഉണ്ടാലോചിച്ച് നോക്കും. സൈക്കിൾ റിക്ഷ പിടിച്ച്, സൈക്കിൾ റിക്ഷ പോട്ടെ, വലിക്കുന്ന റിക്ഷ, ബംഗാളിലെ ഏറ്റവും പ്രചാരത്തിലുള്ള വാഹനം, വലിക്കുന്ന റിക്ഷ വിളിച്ചിട്ട് അതിൽ കയറി ഭാര്യയും കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുക. എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഈ വണ്ടി കുറെ ദൂരം അപ്പോൾ അയാൾ ചോദിക്കുന്നത് എങ്ങോട്ട്, മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി ആ സൈക്കിൾ റിക്ഷ മുന്നോട്ട് പോവുക. ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ഈ സൈക്കിൾ റിക്ഷയുടെ ഒരു ചക്രം ഊരിത്തെറിച്ചു. സൈക്കിൾ റിക്ഷ തകർന്ന് സൈക്കിൾ റിക്ഷ വലിക്കുന്ന റിക്ഷ താഴെ പോയി. അപ്പോൾ ഇവരെല്ലാം കൂടെ റോഡിൽ വീണു. അപ്പോൾ ഭാര്യയൊക്കെ എടുത്ത് അവസാനം ഇയാൾ നോക്കിയപ്പോൾ തൊട്ടടുത്ത് ഇയാളുടെ ഒരു സുഹൃത്തിൻ്റെ വീടുണ്ട്. എന്നാൽ പിന്നെ ആ സുഹൃത്തിൻ്റെ വീട്ടിൽ പോകാമെന്ന്. രാത്രി വളരെ വൈകി സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ സുഹൃത്തിന് വലിയ ഇഷ്ടം തോന്നിയില്ല. ഈ അസമയത്ത് കയറി വന്നത് വലിയ ഇഷ്ടം തോന്നിയില്ല. നമുക്കറിയാലോ, നമ്മൾ പറയാതെ അസമയത്തൊക്കെ ഒരു വീട്ടിൽ ചെന്ന് കയറി അവർക്ക് അലവരസരം ഉണ്ടാകും. എങ്കിലും വന്നതല്ലേ എന്ന് വെച്ചാൽ അകത്ത് കയറിയിരിക്കാൻ. എന്താ സംഭവിച്ചത്? ഇങ്ങനെ റിക്ഷ തകർന്നു പോയി, അങ്ങനെ വീണു പോയതാണ്. ഈ രാത്രി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തൽക്കാലം എൻ്റെ ഭാര്യയെ ഞാനിവിടെ താമസിപ്പിച്ചോട്ടെ, ഇന്ന് രാത്രി, നാളെ രാവിലെ ഞാൻ വിളിക്കാമെന്ന്. ശരി എന്ന് പറഞ്ഞ് ഭാര്യ അവിടെ നിർത്തിയിട്ട് ഇയാൾ പുറത്തെവിടെയോ പോയി തങ്ങി. പിറ്റേ ദിവസം രാവിലെ തിരിച്ചു വന്നിട്ട് ഇയാൾ ഇനി എങ്ങോട്ട് പോകണമെന്നറിയില്ല. അങ്ങനെ ഇയാൾ ബാരാനഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ഇയാളുടെ ചേച്ചി അവിടെ താമസമുണ്ടാകും. നേരെ ചേച്ചിയുടെ അടുത്തേക്ക്
ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ വീട് വിട്ടു വന്നാണ്, മാനസിക പ്രശ്നമാണ്, ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങിയ ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ചോളൂ. അങ്ങനെ അയാൾ ഈ ചേച്ചിയുടെ വീട്ടിൽ വന്നു. അപ്പം ചേച്ചിയുടെ മകൻ പറഞ്ഞു, അമ്മാവ മനപ്രയാസം വല്ലതും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വൈകിട്ട് നടന്നിട്ട് വരാം. അങ്ങനെ മരുമകൻ സിദ്ധു എന്നാണ് അവൻ്റെ പേര്. ഈ മരുമകൻ ഈ മഹേന്ദ്രനാഥ ഗുപ്തയെ വിളിച്ചുകൊണ്ട് നടന്ന് അവിടെയുള്ള പല സ്ഥലങ്ങളും ഇങ്ങനെ കാണിച്ച് പോയപ്പോൾ സിദ്ധു പറഞ്ഞു, അമ്മാവ ഞാൻ വേറെ സ്ഥലത്ത് ഇന്ന് കൊണ്ടുപോകാം. ദക്ഷിണേശ്വരം എന്ന് പറയുന്നൊരു കാളിക്ഷേത്രമുണ്ട്, അതിൻ്റെ പൂന്തോട്ടം നല്ല ഭംഗിയാണ്. അപ്പം ഇവർ ഈ പൂന്തോട്ടം കാണാനാണ് പോകുന്നത്, തോട്ടം. അങ്ങനെ ദക്ഷിണേശ്വരം കാളിക്ഷേത്രത്തിൻ്റെ പൂന്തോട്ടം കാണാനായിട്ട് ഈ മഹേന്ദ്രനാഥനും അയാളുടെ മരുമകൻ സിദ്ധുവും കൂടെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ സിദ്ധു പറഞ്ഞു, ഇവിടെ ഒരു സന്യാസി തുല്യനായ ഒരാളിരിപ്പുണ്ട്, നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. ഉടനെ ഇവിടുന്ന് ആ മുറിയുടെ മുമ്പിൽ ചെന്നപ്പോൾ മഹേന്ദ്രനാഥ ഗുപ്ത ആ മുറിയുടെ മുമ്പിൽ ചെല്ലുന്നതാണ് ഈ ഇതിൻ്റെ 1-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. അങ്ങനെയാണ് ആ മുറിയുടെ മുമ്പിൽ ചെല്ലുന്നതാണ്. ആ മുറിയുടെ മുമ്പിൽ ചെന്നപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അവിടെ കട്ടിലിരുന്നു കൊണ്ട് ആരോടൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മഹേന്ദ്രനാഥ ഗുപ്തയ്ക്ക് തോന്നി ആ ഇരിക്കുന്നത് ശുഗമഹർഷിയാണെന്ന് തോന്നി. ഒരു ശുഗമഹർഷിയുടെ ഛായ. ശുഗമഹർഷി ഭാഗവതം പറഞ്ഞുകൊടുക്കും. നൈമിശാരണ്യത്തിൽ ശുഗമഹർഷി ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന ഒരു ഫീലാണ് മഹേന്ദ്രനാഥ ഗുപ്തയ്ക്ക് ഉണ്ടായത്. വളരെ ആകർഷണം തോന്നി അവിടെ നിന്നപ്പോൾ. ഏതായാലും ആ സമയത്ത് അവർ നന്നായി ക്ഷേത്രമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. ക്ഷേത്രമെല്ലാം കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഈ മുറിയുടെ അവിടെ വന്നപ്പോൾ മുറി അടച്ചിരിക്കുക. അപ്പോൾ അവിടെ ഒരു ജോലിക്കാരി, വിളക്കൊക്കെ തുറക്കുന്ന ജോലിക്കാരി, ആ ജോലിക്കാരിയുടെ പേര് വൃന്ദ എന്നാണ്. വൃന്ദ എന്ന് പറഞ്ഞ ജോലിക്കാരി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മഹേന്ദ്രനാഥ ഗുപ്ത ജോലിക്കാരിയോട് ചോദിച്ചു, അകത്ത് അദ്ദേഹം ഇരിക്കൊണ്ടു വന്നു ചോദിച്ചു. ഉണ്ട്, കാണാമോ, കയറി കാണാമോ എന്ന് ചോദിച്ചു. ഇതിന് കാരണം അന്ന് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ബ്രിട്ടീഷ് വിദ്യാഭ്യാസം കിട്ടിയ ആളുകളാണ് ഇവരെ പോലുള്ളത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വലിയ ഒരു പ്രത്യേകത അനുവാദമില്ലാതെ അകത്ത് കയറും. നമ്മുടെ രീതി എന്താണ്? തള്ളി അങ്ങ് കയറും. നമ്മൾ ആരോടും അനുവാദം ചോദിക്കാതെ. പക്ഷേ ഇംഗ്ലീഷുകാർ വളരെ കൃത്യമായി അനുവാദം ചോദിക്കാതെ അകത്ത് കയറും. അതേപോലെയാണ് ഈ മഹേന്ദ്രനാഥ ഗുപ്തയും. അനുവാദം കിട്ടുമോ എന്ന് ചോദിച്ചു, അകത്ത് കയറാൻ. അപ്പോൾ ഒന്നുമില്ല, കയറി കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഈ വേലക്കാരിയോട്, ഈ ജോലിക്കാരിയോട് മഹേന്ദ്രനാഥ ഗുപ്ത അടുത്ത് ചോദിക്കുന്നത്, ഇദ്ദേഹം വലിയ അറിവുള്ള ആളാണ്. കാര്യം നേരത്തെ കേട്ടതാണ്, ഭാഗവതം പറയുന്ന പോലുള്ള വലിയ പുരാണ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടതാണ്. ഇദ്ദേഹം വലിയ അറിവുള്ള ആളാണല്ലേ എന്ന്. ഈ വേലക്കാരി പറഞ്ഞ വാചകമാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും മഹത്തരമായ വാചകം. ഒന്നുമില്ല, അദ്ദേഹത്തിന് ഒന്നും അറിയില്ല, അതൊക്കെ ആ നാവിൽ നിന്ന് വെറുതെ വരുന്നതാണ്. നാവിൽ നിന്ന് വെറുതെ വരും. അല്ല, അദ്ദേഹം പുസ്തകം വായിച്ചിട്ടേ ഇല്ല. ശ്രീരാമകൃഷ്ണദേവന് ജീവിതത്തിൽ ആകെ അറിയാവുന്ന 10 വാക്കം കണ്ടാണ്. ആകെ 10 വാക്കം കണ്ടേ അറിയാവും, പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹം സ്കൂളിൽ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും അറിയാം. അദ്ദേഹം അന്ന് പറഞ്ഞത്, ഈശ്വര സാക്ഷാത്കാരത്തിന് ഉപകരിക്കാത്ത ഒരു വിദ്യാഭ്യാസം എനിക്ക് ആവശ്യമില്ല. അപ്പം ആ തരത്തിൽ വന്ന ശ്രീരാമകൃഷ്ണദേവനെ അന്ന് കണ്ട് സംസാരിച്ച ആൾ, ആത്മഹത്യക്ക് ഇറങ്ങിത്തിരിച്ച ആൾ, ഇതുപോലുള്ള 5 വോള്യമാണ് എഴുതിയത്. ഭഗവാന്റെ കഥ മുഴുവനും കൂടെ ഇരുന്ന്. ഇതിനകത്തുള്ള ഒരു പ്രത്യേകത, ഇതൊരാളുടെ ഭാവനാ സൃഷ്ടിയല്ല. ഇതൊരു ഭാവനാ സൃഷ്ടിയല്ല. ഇത് ഓൺ ദ സ്പോട്ട് ലൈവ് റിപ്പോർട്ടാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ലൈവ് റിപ്പോർട്ടാണ്. നേരിട്ട് കേൾക്കാത്ത സംഭാഷണം ഇതിനകത്തില്ല. നേരിട്ട് പറയുന്നതിൻ്റെ കോൺവെർസേഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ. അല്ലാതെ കേട്ടറിഞ്ഞതോ ഊഹാപോഹങ്ങളോ ഇതിനകത്തില്ല. ഡയറക്റ്റ് കോൺവെർസേഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ. ഫസ്റ്റ് പേഴ്സണിലാണ് ഇത് മുഴുവൻ എഴുതിയിരിക്കുന്നത്. അപ്പം അത്രയും കൃത്യമായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇനി ഇതെങ്ങനെ എഴുതിയെന്നുള്ളതൊരു അത്ഭുതമുണ്ട്. ഇത് എഴുതിയപ്പോൾ ഇത് എഴുതുന്നത് ശ്രീരാമകൃഷ്ണദേവൻ ദേഹത്യാഗം ചെയ്യുന്നത് 1886 ഇത് എഴുതുമ്പോൾ 1893 കഴിഞ്ഞു. 30 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇത് എഴുതുന്നത്. ആലോചിച്ച് നോക്കണം, 30 കൊല്ലങ്ങൾക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്. 30 കൊല്ലം മുമ്പ് നടന്ന 5 കൊല്ലത്തെ കാര്യങ്ങൾ, 1882 മുതൽ 1886 വരെയുള്ള 5 കൊല്ലത്തെ ഡെയിലി റിപ്പോർട്ടാണ്. ഈ ഡെയിലി റിപ്പോർട്ട് എഴുതിയത് 30 കൊല്ലങ്ങൾക്ക് ശേഷം ഓർമ്മയിൽ നിന്നാണ് ഇത് എഴുതിയത്.
അത്രയും മഹത്തരമായ ഒരു ഗ്രന്ഥമാണ്. അതാണ് ഇതുപോലൊരു രചനാശൈലി ചരിത്രത്തിലുണ്ടായി. അതുകൊണ്ടാണ് ഇത് ഇത്രയും മഹത്തരമെന്ന് പറയുന്നതിൻ്റെ കാരണം. ഇതിലൂടെയുള്ള വായന ഒരാളെ എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരാളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് അത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുകൊണ്ട് രചിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം. എങ്ങനെയാണ് ഇത് ആത്മഹത്യ എന്നൊരു വാക്ക് നമ്മൾ എടുക്കണ്ട. നമ്മളെല്ലാം ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുതരം ആത്മഹത്യകളാണ്. ലൈവായി നമ്മൾ ആത്മഹത്യ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മളെല്ലാം ഓരോ നിമിഷവും ആത്മഹത്യാപരമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം നഷ്ടബോധങ്ങളാണ് നമ്മുടെ അവസാനം. നമ്മുടെ ബാക്കി പത്രം എന്ന് പറയുന്നത് നഷ്ടബോധങ്ങളാണ്. അതിന് സാധിച്ചില്ലല്ലോ, ഇതിന് സാധിച്ചില്ലല്ലോ, അല്ല അത് അങ്ങനെ ആയില്ലല്ലോ, ഇതിങ്ങനെ ആയില്ലല്ലോ എന്ന ഒരുപാട് നഷ്ടബോധങ്ങളിലൂടെയാണ് നമ്മൾ അവസാനം നമ്മുടെ ജീവിതത്തെ അവസാനിക്കുന്നത്. ഈ പുസ്തകം അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ നമുക്ക് നൽകുന്ന ഉപദേശം, ഈ തത്വങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ നഷ്ടബോധത്തിൽ നിന്ന് ഒരു രാത്രി കൊണ്ട് സാരംഗി പഠിച്ച പോലെയാണ്, പാലിക്കാൻ ശ്രമിച്ച പോലെയാണ്. ഒരു രാത്രി കൊണ്ട് നമുക്ക് നഷ്ടബോധം മാറുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് ഇത് പഠിക്കുന്നത്. ഒരു കടൽ, അതാണ് ഭഗവാൻ പറഞ്ഞ ഏറ്റവും നല്ല ഉദാഹരണം. ഒരു കുമിള പോലെ തന്നെയാണ്. ഒരു കുമിളയുടെ ആയുസ് മതി ഒരാൾക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ. ഒരു കുമിളയുടെ ആയുസ്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് അവസാനമായി, ഇപ്പം സമയം വളരെ അധികമായി, അവസാനമായി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. രാമനുള്ളിടത്ത് കാമൻ ഇല്ല, കാമനുള്ളിടത്ത് രാമനില്ല എന്ന് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു. നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം കാമനാണ്. കാമമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ രാമനില്ല. രാമൻ എന്ന് പറയുമ്പോൾ ഈശ്വരനില്ല. രാമനുണ്ടെങ്കിലോ നമുക്ക് കാമനില്ല. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ നൽകുന്ന ഉപദേശം. അതിനകത്ത് എല്ലാം അടങ്ങിയിരിക്കുന്നു. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ ഒരു കഥ കൂടെ പറഞ്ഞു. ആ കഥ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥയാണെന്ന് ഞാൻ എല്ലാവർക്കും പറയും. എനിക്ക് ഏറ്റവും ആരാധ്യനായ കഥാപാത്രം രാമായണത്തിൽ രാവണനായി തീർന്നത് അങ്ങനെയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന കഥാപാത്രം രാവണൻ. ഇത് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞതാണ്. എങ്ങനെയെന്ന് വെച്ചാൽ, ഒരാൾ സീതയൊക്കെ കട്ടുകൊണ്ടുപോയി ലങ്കയിൽ താമസിപ്പിച്ചപ്പോൾ രാവണന്റെ ഉദ്ദേശം അറിയാലോ, എന്തിനാണ് അവിടെ കട്ടുകൊണ്ട് പോയത്. അപ്പോൾ അവിടെ ചെന്ന് എല്ലാ ദിവസവും അഴകിയ രാവണൻ എന്നുള്ള പ്രയോഗം തന്നെ അങ്ങനെയാണ്. സീതയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ തൻ്റെ വീരസ്യങ്ങളൊക്കെ ഇങ്ങനെ രാവണൻ ദിവസവും പുലമ്പിക്കൊണ്ടിരിക്കും. കാര്യം നീ എൻ്റെ ഭാര്യയായി തീരണം എന്നുള്ളത്. ദിവസവും രാവണൻ്റെ പരിപാടി ഇതായിരുന്നു. അപ്പോൾ ഒരാൾ രാവണനോട് വന്ന് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇങ്ങനെ ദിവസവും അശോകവനിയിൽ പോയി ആ സ്ത്രീയുടെ മുമ്പിൽ ഇങ്ങനെ അഭിനയിക്കുന്നത്? അങ്ങേക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമില്ലേ എന്ന് ചോദിച്ചു. അപ്പം രാവണൻ ചോദിച്ചു, അതെന്താണെന്ന് ചോദിച്ചു. എന്താണ് സീതയെ വശീകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം അതാണ്. അന്നാന്ന് പറഞ്ഞു, ഞാൻ നാളെ തന്നെ അത് ശ്രമിച്ചേക്കാന്ന്. അയ്യോ, അത് അങ്ങേക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. ഇല്ല. അങ്ങക്ക് ഏത് രൂപം സ്വീകരിക്കാൻ പറ്റും. അങ്ങക്ക് ഏത് രൂപം വേണമെങ്കിലും സ്വീകരിക്കാൻ പറ്റും. അത് യഥാതഥമായി അങ്ങക്ക് ഏത് രൂപം സ്വീകരിക്കാൻ പറ്റും. മറ്റാർക്കും, ലോകത്താർക്കും അത് തിരിച്ചറിയാൻ പറ്റില്ല അങ്ങ് ആരാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അങ്ങക്ക് രാമനായി തീർന്നു. നാളെ പോകുമ്പോൾ രാമനായിട്ട് ചെന്നുകൂടെ എന്ന് ചോദിച്ചു. രാവണൻ പറഞ്ഞ മറുപടിയാണ് എന്നെ ബഹുമാനിതനായത്. രാവണൻ പറഞ്ഞു, നീ എന്താണ് പറഞ്ഞത്? ഞാൻ രാമനായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ തോന്നുന്നു. ആ വാക്കിലുള്ള അർത്ഥം മനസ്സിലായില്ല. ഞാൻ രാമനായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സീതയെ അങ്ങനെ മോഹിക്കാൻ പറ്റുമോ? സീതയെന്നല്ല, 100,000 സീതകൾ എൻ്റെ മുമ്പിലുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല. ഈ ഉത്തരത്തേക്കാൾ വലിയൊരു ഉത്തരമുണ്ട്. അതാണ് രാമനായി കഴിഞ്ഞാൽ, അതായത് ഈശ്വര സാക്ഷാത്കാരം വന്നാൽ എങ്ങനെയാണ് കാമന ഇല്ലാതാകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കോൺവെർസേഷനാണ് രാവണനിൽ നിന്നുണ്ടായത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു രാവണൻ നമ്മൾ സങ്കല്പത്തിലുള്ള രാവണനല്ല. രാവണൻ ഏറ്റവും മഹത്തരമായ ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നത് രാമായണം. അതുകൊണ്ട് കാമനയില്ലാത്ത രാമൻ്റെ അടുത്തേക്ക് എത്രയും വേഗം ഒരു കുമിളയുടെ ആയുസിനുള്ളിൽ ചെല്ലാൻ ഈ പുത്തൂർ ദേവിയുടെ സന്നിധിയിൽ നമുക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ.
സ്വാഗത പ്രസംഗത്തിന് ചുമതലപ്പെടുത്തിയത് നമ്മുടെ